തുടങ്ങാം. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഷിബു ചേട്ടൻ. ഹായ്. എല്ലാവർക്കും ഹായ്. നമ്മള് ബിഗ് ബുക്കിലെ ഇംഗ്ലീഷ് ബിഗ് ബുക്കിലെ ആദ്യത്തെ പതിപ്പിലെ എല്ലാ കഥകളും വായിച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടാം പതിപ്പിലെ കഥകളാണ്, അതായത് ബിഗ് ബുക്കിന്റെ രണ്ടാം പതിപ്പിലുണ്ടായ അല്ലെങ്കിൽ അവരച്ചടിച്ച വ്യക്തികഥകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ന്യൂ വിഷൻ ഫോർ എ സ്കൾപ്റ്റർ എന്ന് പറയുന്ന ഒരു ശില്പിയെ കുറിച്ചും, അല്ലെങ്കിൽ ഈ പ്രതിമയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുത്തുപണി പോലെ പ്രതിമയുണ്ടാക്കുന്ന ഫ്രെഡ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് നമ്മൾ, അയാളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നേരിട്ട് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. So I went to a bar on 7th Avenue and when I got there, the welcome was warmer than any welcome. ഞാൻ 7ാമത്തെ അവന്യൂവിലുള്ള ബാറിലേക്ക് പോയി. അവിടെ എനിക്ക് വളരെയധികം വലിയ ഒരു സ്വീകരണം കിട്ടി. ഐ എവർ റിസീവ്ഡ് ഇൻ മൈ ലൈഫ്. ആ സ്വീകരണം എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് എനിക്ക് കിട്ടാത്ത തരത്തിലായിരുന്നു. there were a lot of bar flies around. കുടിയന്മാരായ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ അതിന് ചുറ്റുമുണ്ടായിരുന്നു. ആൻഡ് എവരിബഡി വാസ് ട്രീറ്റിംഗ് എവരിബഡി. എല്ലാവരെയും പരിഗണിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഗൾപ്പിംഗ് ദം ഡൗൺ ആസ് ഫാസ്റ്റ് ഐ കുഡ്. അപ്പോൾ ഞാനും മദ്യം ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടേയിരുന്നു. എത്രമാത്രം വേഗത്തിൽ എനിക്ക് കഴിക്കാവോ അത്രമാത്രം വേഗത്തിൽ. ഫൈനലി വെൻ ഐ ഫൗണ്ട് മൈസെൽഫ് വിത്ത് 16 drinks ഇൻ ഫ്രണ്ട് ഓഫ് മീ സ്റ്റിൽ ടു ബി ടേക്കൺ. പിന്നീട് 16ാമത്തെ കുടി എത്തിയപ്പോഴും ഞാൻ വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഹിസ് ബിഗ് പാക്കേജ് ഓഫ് പിക്ചേഴ്സ്. അപ്പൊ എന്റെ കയ്യില് ഞാൻ ഉണ്ടാക്കിയ ഒരു പാക്കേജ് പിക്ചറും ഉണ്ടായിരുന്നു, പടങ്ങളുണ്ടായിരുന്നു. hurried up and finished the 16 drinks and told the men that I would be back later, that I had to deliver this bundle. 16ാമത്തെ പെഗ് കഴിച്ചതിന് ശേഷം 17ാമത്തെ പെഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ബാറിലെ ആളോട് പറഞ്ഞു, ഇത് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം, എനിക്ക് ഈ ചിത്രങ്ങൾ ഒരു സ്ഥലത്ത് കൊടുക്കേണ്ടതുണ്ട്. Then I began a most peculiar trek down 7th Avenue until I reached where I was going. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഞാൻ മല കയറുന്നത് പോലെയായിരുന്നു അത്. ബുദ്ധിമുട്ടി ഞാൻ 7th അവന്യൂവിലെത്തി. അൻറ്റിൽ ഐ റീച്ച്ഡ് വേർ ഐ വാസ് ഗോയിങ്. ഞാൻ എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തി, 7th അവന്യൂവിൽ നിന്നും. ഐ സ്റ്റംബിൾഡ് ആൻഡ് സ്ട്രഗിൾഡ് ആൻഡ് ഫെൽ ഇൻ ഏരിയ വേസ് ആൻഡ് ഐ ബിക്കേം അബ്സല്യൂട്ട്ലി ഫിൽത്തി. പലപ്പോഴും ഞാൻ വീഴുകയും എഴയുകയും ചാരുകയും ഒക്കെ ചെയ്ത് നിന്നുകൊണ്ടാണ് അവിടെ എത്തിയത്. ഐ ക്യാൻ സീ ടു ദിസ് ഡേ ദ കളേർഡ് people grabbing their children so that I didn't throw them into the gutter on area way or knock a baby carriage under a truck. അപ്പോൾ എനിക്കിന്ന് കാണാൻ കഴിയും ആ ചിത്രത്തിലെ ആളുകള് ഇങ്ങനെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പോ അതിന് ഏരിയ വേ ഓർ നോക്ക് എ ബേബി ക്യാരേജ് അണ്ടർ എ ട്രക്ക്, ട്രക്കിന്റെ അണ്ടറിലേക്ക് വിടാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രക്കുകളുടെ അടിയിലേക്ക് വിടാനായിട്ട് ശ്രമിച്ചില്ല. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മ്യൂസിക്കൽ കോമഡി വെൻ ദ ഹീറോ കംസ് ഡൗൺ സ്റ്റേജ് ആൻഡ് എവരിബഡി ഗിവ്സ് വേ ബിഫോർ ഹിം. അപ്പോൾ ഇത് മിക്കവാറും ഈ മ്യൂസിക്കലിലെ കോമഡി പോലെയായിരുന്നു എനിക്ക്. ഐ ഫൈനലി റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ. ഞാൻ അവസാനം എൻ്റെ ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തി. ടു മൈ ഹൊറർ, എനിക്ക് ഭയം, പേടി, ഭീതി, ക്ഷോഭമൊക്കെ തോന്നി. ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് ഓൺ ദ 5th floor ഓഫ് എ വാക്കപ്പ് ടെനന്റ് ഹൗസ്. അപ്പം ഇത് 5ാമത്തെ നിലയിലായിരുന്നു. ഇപ്പൊ ഈ പാട്ടത്തിനൊക്കെ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കെട്ടിടത്തിന്റെ 5ാമത്തെ നിലയിലായിരുന്നു ഈ വീട്. ഹൗ ഐ മേഡ് ദ 5 flights ഐ റിയലി ഡോണ്ട് നോ. എങ്ങനെയാണ് ഞാൻ 5ാം നിലയിൽ എത്തിയതെന്ന് എനിക്ക് കൃത്യമായി ഇപ്പോഴും ഓർമ്മയില്ല. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡോർ നോബ്. ഞാൻ പതുക്കെ ആ ഡോറിന്റെ പിടിയില് കൈവച്ചു. വെൻ ഐ റിയലൈസ്ഡ് വാട്ട് എ ഡ്രങ്കൺ ഓഫുൾ മെസ് ഓഫ് ഹ്യൂമാനിറ്റി വാസ്. അപ്പൊ ഞാൻ കുടിച്ച് വളരെ മനുഷ്യത്വരഹിതനായ ഒരാളായി മാറിയിരിക്കുന്നു. ഐ ബിക്കം തറോലി ഫ്രൈറ്റൻഡ് ആൻഡ് ഇൻസ്റ്റൻസീവ്ലി ആസ്ക്ഡ് ഗോഡ്. ഞാൻ വളരെ ഭയപ്പെട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, പ്ലീസ് ഹെൽപ്പ് മീ നോട്ട് ടു ബ്രിങ് ഫർദർ സഫറിങ് ടു ദിസ് ഫാമിലി. ദൈവമേ, ഈ ദുരിതം വീണ്ടും ഈ കുടുംബത്തിന് കൊടുക്കല്ലേ. ഇറ്റ്സ് ബാഡ് ഇനഫ് വാട്ട് ദേ ഹാവ് ടു ഗോ ത്രൂ. ഇപ്പോൾ തന്നെ ആ കുടുംബത്തിന് ധാരാളം ദുരിതങ്ങളുണ്ട്. ബട്ട് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു മീ ദേർ ഓർ ഇഫ് ഐ മിസ്ബിഹേവ്, എന്തെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിലല്ലാതെ പെരുമാറുന്നതിന് മുമ്പ്, തിങ്ക് ഹൗ ടെറിബിൾ ഇറ്റ് വുഡ് ബി. എന്തായിരിക്കും ഞാൻ ചിന്തിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്ലീസ് ഹെൽപ്പ് മീ ഗെറ്റ് ത്രൂ ദിസ് ഫ്യൂ മിനിറ്റ്സ്. ദയവായി എനിക്ക്
കുറച്ച് നിമിഷങ്ങൾ എന്നിൽ കടന്നു പോണ ആ വീട്ടിൽ. ഹാവിങ് സെറ്റ് ദ പ്രയർ, ഞാൻ പ്രാർത്ഥിച്ചു. ഐ സ്ട്രൈറ്റൺ മൈസെൽഫ് അപ്പ്, ഞാൻ നേരെയാകാൻ നോക്കി. ആൻഡ് ലിക്വിഡ് മൈ ഹാൻഡ് കർച്ചീഫ്, ഞാൻ എന്റെ തുവാല കൊണ്ട് തുപ്പലും തുടച്ച്. ആൻഡ് വാഷ്ഡ് മൈ ഫേസ്, എന്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷാക്കി ക്ലിയർ ആക്കി. ആൻഡ് സ്ലിക്ഡ് ബാക്ക് മൈ ഹെയർ, എന്റെ തലമുടി ഞാൻ പുറകോട്ട് ഒതുക്കി വെച്ചു. ദെൻ ഐ ടുക്ക് ഓഫ് മൈ ഓവർ കോട്ട് ആൻഡ് ഷുക്ക് ഇറ്റ് ആൻഡ് ട്രൈ ടു മേക്ക് മൈസെൽഫ് പ്രസന്റബിൾ ആസ് ബെസ്റ്റ് ഐ കുഡ്. എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ മുമ്പിൽ ഈ പടം കൊണ്ടുപോയി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് എന്റെ ജാക്കറ്റ് കോട്ടൊക്കെ ഊരി ഞാൻ കുടഞ്ഞ് നിവർത്തി ഞാൻ വീണ്ടും ഇട്ടു. ആൻഡ് റാങ് ദ ബെൽ, ഡോർ ബെൽ. പിന്നീട് ഞാൻ ആ ഡോർ ബെല്ല് അടച്ചു. ദ ബോയ്സ് മദർ വാസ് എ സ്വീറ്റ്, ആ കുട്ടിയുടെ അമ്മ നല്ല ഒരു സ്ത്രീയായിരുന്നു. ലിറ്റിൽ കളേർഡ് ലേഡി ഇൻ സ്റ്റിഫ് സ്റ്റാർച്ച്ഡ് വൈറ്റ്, അബ്സല്യൂട്ട്ലി ഇമാക്കുലേറ്റ്, വളരെ നിർമ്മലമായ കട്ടിയുള്ള മുടിയുള്ള വൈറ്റ് കളറായിട്ടുള്ള ഒരു ലേഡി, അല്ലെങ്കിൽ വൈറ്റ് സ്റ്റാർച്ച്ഡ് വൈറ്റ് സ്റ്റിഫ് കളേർഡ് ലേഡി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ദ പ്ലേസ് ടു വാസ് ഇമാക്കുലേറ്റ് ആൻഡ് ദ സൺ വാസ് സ്ട്രീമിങ് ഇൻ. അപ്പോ ആ ആ സ്ഥലം വളരെയധികം തിളങ്ങുന്നതായും സൂര്യൻ അതിലൂടെ കടന്നു വരുന്ന, ആ മുറിയിലൂടെ കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഐ കുഡ് സീ ദ ക്രിപ്പിൾഡ് ബോയ് ഇൻ ദ ചെയർ, ഞാൻ ഒരു വികലാംഗനായ ഒരു ആൺകുട്ടി ഒരു ചെയറിൽ ഇരിക്കുന്നത് കണ്ടു. ലുക്കിംഗ് അപ്പ് ആൻഡ് വാച്ചിങ് ഫോർ മീ ആസ് ദോ ഐ വെയർ സം ഗ്രേറ്റ് പേഴ്സൺ. അവൻ എന്നെ നോക്കുകയും ഞാൻ ഏതോ ഒരു വലിയ മനുഷ്യനായ എന്ന രീതിയിലാണ് അവൻ എന്നെ നോക്കിയത്. ഐ ഡോണ്ട് നോ ഹൗ ഐ ഡിഡ് ഇറ്റ്, എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അത് ചെയ്തതെന്ന്. ബട്ട് ഐ സ്റ്റേഡ് ദർ 2.5 hours, ഞാൻ അവിടെ 2.5 മണിക്കൂർ ചെലവഴിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ഓൾ ഓഫ് ഹിസ് പോർട്ട്ഫോളിയോസ് ആൻഡ് വർക്ക്, ഞാൻ ആ വികലാംഗനായ ആൺകുട്ടിയുടെ ചെയ്തു കൂട്ടിയ ശില്പങ്ങളും പ്രതിമകളും കൊത്തുപണിയൊക്കെകളും എല്ലാം ഞാൻ ആ സമയം കൊണ്ട് ശ്രദ്ധിച്ചു. ആൻഡ് ഷോഡ് ഹിം ഹൗ ടു യൂസ് ദ ന്യൂ ആർട്ട് മെറ്റീരിയൽ, ഞാൻ അവനെ പുതിയ ആർട്ടിന്റെ മെറ്റീരിയൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുത്തു. ഐ ടോൾഡ് ഹിം അബൌട്ട് ദ ഒറിജിനൽസ് ഓഫ് ഓൾ ദ പിക്ചേഴ്സ് ഇൻ ദ ബുക്ക് ആൻഡ് ലെഫ്റ്റ് ഹിം, ഞാൻ ഈ ബുക്കിലെ എല്ലാ പിക്ചറുകളും അവന് കാണിച്ചു കൊടുത്തു. ഞാൻ എന്നിട്ട് അവന് ആ ബുക്ക് അവന് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു. താങ്ക് ഗോഡ്, വെരി ഹാപ്പി, ദൈവമേ നന്ദി, ഞാൻ സന്തോഷവാനായി. വെൻ ഐ ഗോട്ട് ഔട്ട് ദ റിയാക്ഷൻ സെറ്റ് ഇൻ, ഐ ടുക്ക് എ ടാക്സി ഡൗൺ ടു വാട്ട് യൂസ് ടു ബി എ സ്പീക്കസി. വീണ്ടും ഞാനൊരു ടാക്സി വിളിച്ചുകൊണ്ട് വ്യാജമദ്യം അല്ലെങ്കിൽ ഗവൺമെന്റ് മദ്യമല്ലാത്ത അല്ലെങ്കിൽ മദ്യവിൽപ്പനശാലയിലല്ലാത്ത മദ്യം അന്വേഷിച്ച് ഞാൻ വീണ്ടും പോയി. ആൻഡ് വി വാസ് ദെൻ വൈഡ് ഓപ്പൺ ആൻഡ് വാട്ട് ഹാപ്പൻ ഫ്രം ദെൻ ഓൺ ഫോർ ദ നെക്സ്റ്റ് 10 days ഐ ഡോണ്ട് നോ വെരി മച്ച് അബൌട്ട്. അപ്പോൾ ഞാൻ ആ വ്യാജ മദ്യശാലയിൽ കയറി വീണ്ടും കുടിച്ചു. അടുത്ത 10 ദിവസത്തേക്ക് എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഐ വാസ് ഇൻ ദ കൺട്രി ആൻഡ് ഇൻ ബെഡ്, ഞാൻ ആ ഗ്രാമത്തിലെ ഒരു ബെഡിലായിരുന്നു. ആൻഡ് ദ ബോട്ടിൽ വാസ് അണ്ടർ ദ പില്ലോ, എന്റെ തലേണയുടെ അടിയിൽ വീണ്ടും കുപ്പികൾ ഉണ്ടായിരുന്നു. ആൻഡ് മൈ ഹാൻഡ് വാസ് ഫാമിലി അറൌണ്ട് ദ നെക്ക് ഓഫ് ഇറ്റ്, ആ കുപ്പിയുടെ കഴുത്തിൽ എന്റെ കൈകൾ എപ്പോഴും ഉണ്ടായിരുന്നു. എവറി ടൈം ഐ കേം ഐ ടുക്ക് അനദർ സ്വിങ്, എപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുവോ അപ്പോൾ ഞാൻ ഒരു കവൾ മദ്യം അല്ലെങ്കിൽ അതിൽ നിന്ന് മുത്തി കുടിക്കുക, അല്ലെങ്കിൽ ഒരു റക്ക്, സുഗ് എന്ന് പറഞ്ഞാൽ ഒരു കവൾ മദ്യം കഴിക്കുന്നതിനാണ് അല്ലെങ്കിൽ വിഴുങ്ങുന്നതിനെയാണ് സുഗ് എന്ന് പറയുന്നത്. ആൻഡ് ഗോട്ട് ഡ്രങ്ക് ഓൾ ഓവർ അഗൈൻ, വീണ്ടും കുടിയനായി മാറുകയും ചെയ്തു. ഗോട്ട് ഡ്രങ്ക് അഗൈൻ. Every time I came to took another sip and got drunk all over again. During this drunk, I had many flashbacks. അപ്പൊ ഇങ്ങനെയുള്ള കുടിയിൽ എനിക്ക് പല പല കാര്യങ്ങളും ഓർമ്മകൾ വരുന്നുണ്ട്. ആൻഡ് ഐ റിമെമ്പേർഡ് സ്ട്രേഞ്ച് തിങ്സ്, ഞാൻ പലപ്പോഴും ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഓർക്കും. ഫോർ ഇൻസ്റ്റൻസ്, ഐ ഹാഡ് സീൻ എ പ്ലേ ഇയേഴ്സ് ബിഫോർ കോൾഡ് ദ ഡൈബഗ്. അപ്പോ ഈ മനുഷ്യനിൽ പ്രവേശിക്കുന്ന ഈ അശുദ്ധാത്മാവിനെയാണ് ഡൈബുക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഡൈബുക്ക് അല്ലെങ്കിൽ പൈശാചികമായ അവസ്ഥയിൽ മനുഷ്യൻ വരുന്നതിന് ടൗൺ അടുത്ത നെയ്ബർഹുഡ് പ്ലേ ഹൗസ്, അടുത്ത വീടിന് തൊട്ടടുത്തുള്ള പ്ലേ ഹൗസിൽ അത് വരുന്നതായി എനിക്ക് തോന്നി. ഇറ്റ് ഓപ്പൺ വിത്ത് 2 റാബീസ് ഇൻ എ സബ് സെല്ലർ, ഏറ്റവും അടിത്തട്ടിലുള്ള സെല്ലറിൽ അല്ലെങ്കിൽ ബേസ്മെന്റില് അല്ലെങ്കിൽ വീടിനടിയിലുള്ള ഭാഗത്ത് 2 റബ്ബീസ് അത് വന്ന് ടുഗദർ ടോക്കിംഗ് അബൌട്ട് അനദർ റബ്ബി ആൻഡ് ദേ സെഡ്, അവർ രണ്ടുപേര് പുരോഹിതന്മാർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഹിസ് വേർഡ്സ് ഹാവ് ബീൻ ഓൾവേസ് ബീൻ സോ ഗ്രേറ്റ്,
അവന്റെ വാക്കുകൾ എപ്പോഴും വലുതാണ്. ഫ്രം ദ ഹയസ്റ്റ് ടു ദ ഡീപ്പസ്റ്റ് ഡെപ്ത് ദ സോൾ മേ പ്ലഞ്ച്. വലിയ 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 ഉയരത്തിൽ വളരെ വളരെ ആഴത്തിലുള്ള ആത്മാവാണ് അതിന് മുങ്ങിത്താഴെയാണ്. ബട്ട് ഇൻ ഇറ്റ് സെൽഫ് ദ പ്ലഞ്ച് കണ്ടെയ്ൻസ് റെസറക്ഷൻസ്. പിന്നീട് അത് ഉയർത്തെഴുന്നേൽക്കും. ദോസ് വേർഡ്സ് ജസ്റ്റ് കെയിം ടു മീ. ആ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വന്നത്. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ഹൗ മച്ച് ഫർദർ ആൻഡ് ഹൗ മച്ച് ലോവർ ഐ ക്യാൻ ഗോ. എത്രമാത്രം ദൂരവും എത്രമാത്രം താഴെയും ഞാൻ പോകും. ഐ ആം അറ്റ് ദ ബോട്ടം. ഞാൻ ഏറ്റവും അടിത്തട്ടിലാണ്. ഐ ഹാവ് ടേക്കൺ ദ പ്ലഞ്ച്. ഞാൻ മുങ്ങി താഴുകയാണ്. സഡൻലി ഐ റിമെമ്പേർഡ് ദാറ്റ് ഓൺ ദ ഡേ. ഞാൻ പെട്ടെന്ന് ഓർത്തു ആ ദിവസം. ഐ ഹാഡ് വിസിറ്റഡ് മൈ യങ് കളേർഡ് ഫ്രണ്ട്. എന്റെ യുവാവായ ഒരു കൂട്ടുകാരന്റെ അടുത്ത് പോയത്. ഐ ഹാഡ് പ്രേയർഡ് ബിഫോർ ഐ റാങ് ദ ഡോർബെൽ ആൻഡ് ദാറ്റ് ഗോഡ് ഹാഡ് ആൻസർഡ് മൈ പ്രേയർ. ഞാൻ ഡോർബെൽ അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം മറുപടി നൽകി. ഐ ന്യൂ ദാറ്റ് ദ ബാരിയർ ടു പ്രേയർ വാസ് ബ്രോക്കൺ. ആ പ്രാർത്ഥനയുടെ വിലങ്ങുതടിയിൽ നിന്ന് അടർന്നു മാറ്റപ്പെട്ടു. ആൻഡ് ഐ ടേൺഡ് അറൗണ്ട് ഇൻ ബെഡ് പ്രേയർഡ് ആസ് ഐ ഹാഡ് നെവർ പ്രേയർഡ് ബിഫോർ. ഞാൻ വീണ്ടും ബെഡിലേക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അതിനു മുമ്പ് ഒരിക്കലും പ്രാർത്ഥിക്കാത്ത വിധത്തിൽ. ഐ പ്രേയർഡ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് നോളജ്. അവരുടെ മാർഗത്തിനായും അറിവിനായും ഞാൻ പ്രാർത്ഥിച്ചു. നോട്ട് ടു ഡു സംതിങ് ഫോർ മീ. എന്നിൽ എന്തെങ്കിലും ചെയ്യുന്നതിനായിട്ടല്ല, ബിക്കോസ് ഐ ഡിഡ്ന്റ് ഡിസർവ് ഇറ്റ്, കാരണം ഞാൻ അത് അർഹിക്കുന്നില്ല. ബട്ട് ടു ഡു സംതിങ് ടു മീ. എന്തെങ്കിലും എനിക്ക് ചെയ്തു തരൂ. ആൻഡ് ഷോ മീ ദ റൈറ്റ് വേ ടു സോ ദാറ്റ് ഐ കുഡ് ഡു സംതിങ് ഫോർ മൈസെൽഫ്. നിങ്ങൾ എനിക്കൊരു മാർഗം കാണിച്ചു തരൂ, ഞാൻ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യാം. ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു, അറ്റ് ദാറ്റ് മൂമെന്റ്, ആ സമയത്ത്, ദാറ്റ് ആൽക്കഹോൾ വാസ് ദ ബേസിസ് ഓഫ് ഓൾ മൈ ട്രൈബൽ. ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ദാറ്റ് ഓൾ ദ റെസ്റ്റ് വാസ് ഫാന്റസി. ബാക്കിയുള്ളതെല്ലാം ഒരു ഫാന്റസിയാണ്. ഫാന്റസി. നത്തിങ് ഹാഡ് ഹാപ്പൻ. ഒന്നും സംഭവിച്ചില്ല. യെറ്റ് എവറിഥിങ് വാസ് ഹാപ്പനിങ് ഓൾ ദ ടൈം. എല്ലാം നത്തിങ് വാസ് റിയൽ. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും യാഥാർത്ഥ്യങ്ങളല്ല. ഐ ബോൾഡ് ലൈക്ക് എ ബേബി. ഞാൻ ആസ് ഓൾ ഡ്രങ്ക്സ് ഡു ഐ ക്രൈഡ് മൈസെൽഫ് ടു സ്ലീപ്പ്. ഞാന് ഉറങ്ങുന്നത് ലൈക്ക് എ ബേബി, ബോബിയെ പോലെ ഉറങ്ങി, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ ഉറങ്ങി. ആ സോൾ ഡ്രങ്ക്സ് ടു, എല്ലാ കുടിയന്മാരും ഉറങ്ങുന്നു. ആൻഡ് ഐ ക്രൈഡ് മൈസെൽഫ് ടു സ്ലീപ്പ്. പിന്നീട് പലപ്പോഴും ഞാൻ ഉറങ്ങുന്നതിന് വേണ്ടി കരയുകയും ചെയ്തു. ഐ അവേക്കൻഡ് അറ്റ് ഡൗൺ. അങ്ങനെ ഞാൻ എണീറ്റപ്പോൾ ബിഫോർ സൺറൈസ് ഈവൻ. പലപ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണീറ്റു. ബട്ട് ഇറ്റ് വാസ് ഡൗൺ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. പലപ്പോഴും ഇത് വളരെ മനോഹരമായിരുന്നു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ് ഐ അവേക്കൻഡ് വിത്തൗട്ട് എ ഹാങ് ഓവർ. അന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹാങ് ഓവർ ഇല്ലാതെ ഞാൻ എണീറ്റത്. ഐ ഡിഡ്ന്റ് ഹാവ് ദ ഡ്രൈ ഹീവ്സ്. എനിക്കൊരു ഉയർച്ച താഴ്ചകളൊന്നും ഉണ്ടായില്ല. ദ ബെഡ് വാസ് ഇൻ ഫുൾ ഓഫ് സെറ്റ്. വിയർപ്പിനാൽ എന്റെ ബെഡ് മൂടിയില്ല. ആൻഡ് ഓൾ ദ അതർ ഹൊറിബിൾ തിങ്സ്, മറ്റ് ഭീകരമായ സംഭവങ്ങളൊന്നും സംഭവിച്ചത്. ദാറ്റ് വെന്റ് വിത്ത് ദ യൂഷ്വൽ ഏർലി മോർണിംഗ് അവേക്കനിങ്. സാധാരണ രീതിയിലുള്ള രാവിലത്തെ ഒരു എഴുന്നേൽപ്പ് തന്നെയായി അത് മാറി. ഐ ഹാഡ് എ ഫീലിംഗ്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ദാറ്റ് ഐ ഹാഡ് എ ബാത്ത് ഇൻ എ ക്ലീൻ സ്ട്രീം, മെന്റൽ, മോറൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ഞാനൊരു ക്ലീനായി, അതായത് മാനസികമായി, ധാർമ്മികമായി, ശാരീരികമായി, ആത്മീയമായി ക്ലീൻ ആയതുപോലെ എനിക്ക് തോന്നി. ഓൾ ഓഫ് എ സഡൻ, വളരെ പെട്ടെന്ന് ഐ വാസ് ക്ലീൻ. ഞാൻ ക്ലീൻ ആയി. ആൻഡ് ആസ് ഐ ലേ ദെയർ ഇൻ ബെഡ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഫീലിംഗ്. അങ്ങനെ ഞാൻ ഈ ഫീലിംഗ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ബെഡിൽ കുറെ നേരം കിടന്നു. എ തോട്ട് കെയിം ടു മീ ദാറ്റ് വാസ് ഫോറിൻ ടു എനി തോട്ട്സ് ഐ ഹാഡ് എവർ ഹാഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സിംപ്ലിസിറ്റി. അപ്പൊ ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തോന്നൽ തന്നെയായിരുന്നു. അതൊരു ലളിതമായ തോന്നലായിരുന്നു. ആൻഡ് ദാറ്റ് തോട്ട് കെപ്റ്റ് ഫ്ലാഷിംഗ് ഓൺ. അത് ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. ആൻഡ് ഓഫ് ലൈക്ക് എ ന്യൂൺ സൈൻ റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ്. അത് പലപ്പോഴും ഈ സൈൻ ബോർഡ് പോലെ എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടുവരുന്നു. യു ആർ നോട്ട് ഗോയിങ് ടു ഹാവ് യുവർ ലാസ്റ്റ് ഡ്രിങ്ക്. നീ നിന്റെ അവസാനത്തെ കുടിക്കുന്നില്ല. യു ഹാവ് ഹാഡ് ഇറ്റ്. നിനക്ക് ഇത് മതിയായിരിക്കുന്നു. Then as the sun actually began to rise, അപ്പൊ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ that thing dawned on me. വീണ്ടും എന്നിലേക്ക് കടന്നു വന്നു. The rat race was over and I was ecstatically happy. അപ്പോൾ മദ്യത്തിനായിട്ടുള്ള എലി ഓടുന്നത് പോലെയുള്ള എൻ്റെ ഓട്ടം അവസാനിച്ചിരിക്കുന്നു. ഞാൻ സന്തോഷവാനായി. I went in the next room. ഞാൻ അടുത്ത റൂമിലേക്ക് പോയി. Because I didn't want to disturb my wife. എൻ്റെ ഭാര്യയെ ശല്യപ്പെടുത്തണ്ട എന്ന് ഞാൻ വിചാരിച്ചു. I saw so many prayers ഓഫ് താങ്ക്സ് ഗിവിംഗ്. ഞാൻ ഒരുപാട് കൃതജ്ഞതയോടുകൂടി പ്രാർത്ഥിച്ചു.
that they were all jumbled up. അതെല്ലാം എൻ്റെ ആ പ്രാർത്ഥനകളെല്ലാം എന്നിലേക്ക് കടന്നു വന്നതാണ്. ഇറ്റ് വാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഫീലിംഗ്. ഇതൊരു അത്ഭുതകരമായ തോന്നലായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് റീഡ് ദ ഹാൻഡ് റൈറ്റിംഗ് ഓൺ ദ വാൾ. ഞാൻ ഭിത്തിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് വായിച്ചു. ഇൻ മൈ ആൽക്കഹോളിക് ഫാന്റസി, എൻ്റെ ഈ മദ്യപാസക്തിയുടെ വിചിത്രമായ അവസ്ഥയെക്കുറിച്ച്. ഐ ഹാഡ് വാണ്ടഡ് ടു ഹാവ് എ ട്രമൻഡസ് പാർട്ടി. എനിക്കൊരു വലിയൊരു ബൃഹത്തായ ഒരു പാർട്ടി കൊടുക്കണം. എ ഡ്രങ്ക് ടു എൻഡ് ഓൾ ഡ്രങ്ക്സ്. അതായത് എല്ലാ കൂടിയും കൂടി അവസാനിപ്പിക്കുന്നത് പോലെ. ഐ വാസ് ഗോയിങ് ടു ഔട്ട് ടു ഹോളിവുഡ്. ഞാൻ ഹോളിവുഡിലേക്ക് പോവുകയാണ്. ആൻഡ് ഐ കുഡ് സീ മൈസെൽഫ് ഇൻ ദാറ്റ്. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പോൺ ദ മോഡൽ സ്റ്റാൻഡ് ഫിനിഷിംഗ് ഇറ്റ് ഓൾ വിത്ത് എ റോയൽ കനേഡിയൻ കോട്ട് ആൻഡ് ഫാളിംഗ് ബാക്ക് ഇൻ ദ ആംസ് ഓഫ് സം അതർ ഡ്രങ്ക്. അപ്പോ അവിടെയുള്ള മോഡൽസ് റോയൽ കനേഡിയനിൽ നടക്കുന്നത് പോലെയും എല്ലാവരും ഈ കുടിയുടെ കൈകളിലേക്ക് മറിഞ്ഞു വീഴുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. ദാറ്റ് വുഡ് ഹാവ് ബീൻ ഇറ്റ്, ബട്ട് ദിസ് വാസ് സിമ്പിൾ. മയക്കും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? മോഡറേറ്റർ ഒന്ന് ശരിക്കും. കാരണം ഞാനെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് കണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം എടുക്കും ആ പോയിന്റ് പിടിക്കിട്ട്. പ്ലീസ്, താങ്ക് യു. ബട്ട് ദിസ് വാസ് സിമ്പിൾ ബ്യൂട്ടിഫുൾ ആൻഡ് റിയൽ. ഇത് വളരെ ലളിതവും മനോഹരമായിരുന്നു, യാഥാർത്ഥ്യവുമായിരുന്നു. ഐ ഹാവ് ഹാഡ് മൈ ലാസ്റ്റ് ഡ്രിങ്ക്. എനിക്ക് എന്റെ അവസാനത്തെ കുടി എടുത്തു. റിലീസ് വാസ് ദയർ. ഐ ഹാവ് ഹാഡ് മൈ ലാസ്റ്റ് ഡ്രിങ്ക്. ഞാൻ എന്റെ അവസാനത്തെ കുടി എടുത്തു. ദ റിലീസ് വാസ് ദയർ. എനിക്കൊരു റിലീസ് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഒരു ഫ്രീഡം കിട്ടിയതുപോലെ തോന്നി. ഐ വാസ് നോട്ട് ക്വറ്റ് 40 അറ്റ് ദ ടൈം. എനിക്കൊരു 40 വയസ്സായിട്ടേ ഇല്ല. 1937, 1937 3 years ആഫ്റ്റർ ഫാദർ ഡെത്ത്. എന്റെ ഫാദർ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് വാസ് ഇൻ ദ ലേറ്റ് സ്പ്രിംഗ് അറൌണ്ട് ഡെക്കറേഷൻ ഡേ. ഇത് ഡെക്കറേഷൻ ഡേയിലാണ്. ബിക്കോസ് ഐ ഹാഡ് മൈ ലാസ്റ്റ് ഡ്രിങ്ക് ഓൺ ഡെക്കറേഷൻ ഡേ. ഡെക്കറേഷൻ ഡേയിലാണ് എന്റെ അവസാനത്തെ കുടി ഞാൻ എടുത്തത്. മൈ ഡോക്ടർ പുട്ട് മീ ഇൻ ദ ഹോസ്പിറ്റൽ ബിക്കോസ് ഹി വാണ്ടഡ് മീ ടു ഗെറ്റ് ഓവർ മൈ നെർവസ് പീരീഡ്. എന്റെ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ പരിഹാരത്തിനായി എന്റെ ഡോക്ടർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു. ഞാൻ അവിടെ അഡ്മിറ്റ് ആയി. ഹി വാസ് വെരി ഹാപ്പി. അവൻ വളരെ സന്തോഷവാനുമായിരുന്നു. ദാറ്റ് ഐ ഹാഡ് സ്റ്റോപ്പ്ഡ് ഡ്രിങ്കിങ്. ഞാൻ കുടി നിർത്തിയിരിക്കുന്നു. ആൻഡ് ഹി പുട്ട് മീ ദയർ ഇൻ ഓർഡർ ടു ഹെൽപ്പ് മൈസെൽഫ്. എന്നെ സഹായത്തിനായി അദ്ദേഹം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഹി സ്റ്റാർട്ടഡ് ഗിവിംഗ് മീ സർട്ടൻ ഡ്രഗ്സ് ടു സ്റ്റോപ്പ് മീ ഫ്രം ഷേക്കിംഗ്. എന്റെ ശരീരത്തിന്റെ വിറയിൽ നിന്ന് മാറ്റുന്നതിനായി ചില മരുന്നുകൾ എനിക്ക് നൽകി. എമോങ് വിച്ച് വാസ് വൺ ദാറ്റ് വാസ് ജാം ഫുൾ ഓഫ് ബ്രോമഡൈസ്. അതായത് ബ്രോമഡൈസ് എന്ന് പറയുന്ന അതായത് ഈ നെഗറ്റീവിൽ നിന്ന് ഫോട്ടോ ഇങ്ങനെ എടുത്ത് പൊക്കുന്നതിനാണ് ബ്രോമഡൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരാളിൽ നിന്ന് ചിത്രങ്ങൾ വരുന്നത് പോലെ അവരെനിക്ക് എന്റെ ഷേക്കിങ്ങിനായിട്ട് മരുന്നുകളൊക്കെ നൽകി എന്നെ ഉയർത്തെഴുത്തി. നെഗറ്റീവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഐ ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ വെരി ഹാപ്പിലി. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ സന്തോഷവാനായി പുറത്തിറങ്ങി. ആഫ്റ്റർ ജസ്റ്റ് എ കപ്പിൾ ഓഫ് ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ബട്ട് അബൌട്ട് എ വീക്ക് ലേറ്റർ, ഒരാഴ്ചകൾക്ക് ശേഷം, ഐ ബിഗാൻ സ്റ്റാഗറിങ് ആൻഡ് ബിഗാൻ ഡ്രൈവിംഗ് മൈ കാർ. ഞാനും പുറത്തേക്ക് പോകാനും ഞാൻ എൻ്റെ കാർ ഓടിക്കാൻ തുടങ്ങി. സോ ഫാർ അപ്പ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഐ വാസ് പ്രാക്ടിക്കലി ഇൻ ദ ഗട്ടർ ആൻഡ് സംടൈംസ് ഓൺ ദ സൈഡ് വാക്ക്. മിക്കവാറും കാർ ഓടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കുഴിയിൽ ചാടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് വാക്കിൽ കയറ്റി പാർക്ക് ചെയ്യുകയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. വെൻ ഐ ട്രൈഡ് വാക്കിംഗ് അറൌണ്ട് ദ റൂം ഐ ഹാഡ് ബംപ് ഇൻ ടു എവരിതിങ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദെൻ ഐ കുഡിന്റ് വാക്ക് അറ്റ് ഓൾ. പലപ്പോഴും കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡ് ചാടുന്നതാണ് നടന്നിരുന്നത്. പലപ്പോഴും എനിക്ക് നടക്കാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴും കുഴികളിൽ വീണിരുന്നു. ദ ഫൈനലി ഗോട്ട് എ മെയിൽ നേഴ്സ് ആൻഡ് പുട്ട് മീ ടു ബെഡ് ആൻഡ് എ ഡോക്ടർ കെയിം അപ്പ് ഫ്രം എ ന്യൂയോർക്ക്. പിന്നീട് എന്നെ ഒരു മെയിൽ നേഴ്സ് വന്നിട്ട് എന്നെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. ന്യൂയോർക്കിൽ നിന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓ യെസ്, ഐ നോ ഓൾ അബൌട്ട് ഫ്രെഡ്. എനിക്കറിയാം ഫ്രെഡിനെ കുറിച്ച്. ഐ ഹാവ് സീൻ ദം ഗോ ലൈക്ക് ദാറ്റ് ബിഫോർ. ഇത്തരം ആളുകൾ ഇതിനു മുമ്പ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. നിനക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ദാറ്റ് ഡിഡ്ന്റ് സാറ്റിസ്ഫൈ മൈ വൈഫ്. അതെന്റെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്തില്ല. താങ്ക് ഗോഡ്, ദൈവമേ നന്ദി. ദാറ്റ് വാസ് ദ ഡോക്ടർ ദാറ്റ് ഐ ഹാഡ് റെക്കമെൻഡഡ്, എ വെരി നൈസ് ഡോക്ടർ. അത്തരം ഒരു ഡോക്ടറെയാണ് ഞാൻ എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നത്. കാരണം അതൊരു നല്ല ഡോക്ടറായിരുന്നു. എവറി ടൈം ഐ ഹാഡ് ടെൽ ഹിം അബൌട്ട് മൈ ഡ്രിങ്കിങ് പ്രോബ്ലം. എപ്പോഴൊക്കെ എന്റെ കുടിപ്രശ്നം അവനോട് പറയുമ്പോൾ ഹി ഹെൽപ്ഡ് മീ ഡ്രിങ്ക് സം കോക്ടെയിൽസ് വിത്ത് ഹിം ആൻഡ് ടോൾഡ് മീ ടു ഡ്രിങ്ക് ആസ് ഹി ഡിഡ്. അവനോടൊപ്പം കോക്ടെയിൽ മദ്യം കഴിച്ചുകൊണ്ട് അവൻ കുടിക്കുന്നത് പോലെ കുടിക്കാൻ എന്നോട് ആവശ്യപ്പെടും. മൈ വൈഫ് ഗോട്ട് എ റിയലി ഗുഡ് ഡോക്ടർ ഫ്രം ന്യൂയോർക്ക്. എന്റെ ഭാര്യയ്ക്ക്
യഥാർത്ഥത്തിൽ ഒരു നല്ല ഡോക്ടറെ ന്യൂയോർക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. വളരെ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പായി ഹി സജസ്റ്റഡ് മൈ ഗോയിങ് ടു എ ന്യൂറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് നൈറ്റ് വിത്ത് ഹിം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ന്യൂറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീ പോവുകയാണ് ആ രാത്രിയിൽ അവനോടൊപ്പം. ദ മിനിറ്റ് ഐ ഗോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ദ ഹൊറേഴ്സ് സ്റ്റാർട്ടഡ്. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും ഭീകരത തുടങ്ങി. ദേ ടുക്ക് ബ്ലഡ് ടെസ്റ്റ് അറ്റ് വൺസ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്തു. ബൈ ദാറ്റ് ടൈം ഐ വാസ് ക്ലിയർ ഓഫ് ആൽക്കഹോൾ. ആ സമയത്ത് എനിക്ക് ആൽക്കഹോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ വാസ് ആൽക്കഹോൾ പ്രശ്നം രക്തത്തിലുണ്ടായിരുന്നില്ല, അത് ക്ലിയർ ആയിരുന്നു. ബട്ട് ഐ വാസ് ജാംഡ് ഫുൾ ഓഫ് ബ്രോമഡേസ്. പക്ഷെ എനിക്ക് ബ്രോമഡേസ് പോലെ തോന്നി. ബ്രോമഡൈ പോയിസണിങ് ഹാർഡ് സ്റ്റാർട്ടഡ് ആൻഡ് കോസ്ഡ് എ സ്വെല്ലിംഗ് ഓഫ് ദ ബ്രെയിൻ. അപ്പൊ ഈ ബ്രോമൈഡ് എന്ന് പറയുന്ന പോയിസണിങ് ചെയ്യുകയും അത് എൻ്റെ ബ്രെയിനിൽ ഒരു വീക്കം ഉണ്ടാക്കുകയും ചെയ്തു. ഐ വെന്റ് ഫ്രം ബാഡ് ടു വേഴ്സ് ദാൻ. അവിടെ വെച്ച് വളരെ മോശം അവസ്ഥയിൽ നിന്ന് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് ഞാൻ പോയി. ബട്ട് ദേ സ്റ്റാർട്ടഡ് ദ തെറാപ്പി അറ്റ് വൺസ് വിത്ത് ടൺസ് ആൻഡ് ടൺസ് ഓഫ് സാൾട്ട് ഇഞ്ചക്ഷൻ. അവർ വീണ്ടും ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ടൺ കണക്കിന് ഉപ്പിന്റെ ഇഞ്ചക്ഷൻ എനിക്ക് നൽകി. സാൾട്ട് വാട്ടർ ബാത്ത്. അപ്പൊ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക ആൻഡ് ഡ്രിങ്കിങ് സാൾട്ട്, അതിൽ വീണ്ടും സാൾട്ട് കുടിക്കുക. ഐ ഹാഡ് ടു ഡ്രിങ്ക് 7.5 പിച്ചസ് ഓഫ് സാൾട്ട് വാട്ടർ എവരി ഡേ. 7-8 പിഞ്ച് കയ്യിലൊതുക്കുന്ന അല്ലെങ്കിൽ തുള്ളി ഉപ്പിട്ട വെള്ളം ഞാൻ കുടിക്കേണ്ടി വരും. ഐ വെന്റ് ഇൻ ടു ദ ഹൊറേഴ്സ്. വീണ്ടും ഞാൻ ദുരിതത്തിലേക്ക് പോയി. വിച്ച് ലാസ്റ്റഡ് ഫോർ എ ഹോൾ മന്ത്. അങ്ങനെ ആ ചികിത്സ 1 മാസം തുടർന്നു. ഐ വാസ് ഇൻ എ സ്ട്രൈറ്റ് ജാക്കറ്റ് ഓൾ ദ ടൈം ഇൻ ദ ബാത്ത് ടബ് ആൻഡ് ഈവൻ ഇൻ ദ പാഡഡ് സെൽ. അപ്പോൾ എപ്പോഴും ഞാൻ ഒരു ജാക്കറ്റ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ബാത്ത് ടബിൽ പോകണം, അല്ലെങ്കിൽ സെല്ലിൽ അടയ്ക്കപ്പെടും. ഐ കെയിം ഔട്ട് ഓഫ് ദിറ്റ് ഫൈനലി വിത്ത് എ മന്ത്. 1 മാസത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. വിത്ത് ദ ലോസ് ഓഫ് സം 35 or 40 pounds. 35-40 പൗണ്ട് തൂക്കം കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചികിത്സാകാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഐ വാസ് എ സ്കെൽട്ടൺ വെൻ ഐ കെയിം ഔട്ട്. ഞാനൊരു മെലിഞ്ഞ സ്കെൽട്ടൺ പോലെ, അല്ലെങ്കിൽ സ്കെൽട്ടൺ പോലെ ആയി ഇരുന്നു, അല്ലെങ്കിൽ മെലിഞ്ഞിരുന്നു. ദ ഹൊറേഴ്സ് വെയർ ഓഫുൾ. അവിടെ ഉണ്ടായിരുന്ന ദുരിതം വളരെ വിചിത്രമാണ്. ദുരിതം വളരെ ഭയാനകമാണ്. ബട്ട് ദാറ്റ് നെവർ സീം ടു മാറ്റർ മച്ച്. പക്ഷെ അതെന്നെ വളരെയധികം ബാധിച്ചില്ല. ബിക്കോസ് ഐ ബ്ലെയിംഡ് ദം ഓൺ ദ ബ്രോമഡൈസ്. ഞാൻ ആ മരുന്നിനെ എപ്പോഴും കുറ്റം പറഞ്ഞു. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് നൺ ഓഫ് മൈ ഡൂയിങ് ബട്ട് ആൽക്കഹോൾ വാസ്. ഞാൻ പറഞ്ഞത് ഇത് ഞാനല്ല ചെയ്യുന്നത്, പക്ഷേ മദ്യമാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ഐ സ്റ്റേഡ് സോബർ ഫോർ ദ നെക്സ്റ്റ് 10 years. അടുത്ത 10 വർഷം ഞാൻ കുടിക്കാതിരുന്നു. ഐ തിങ്ക് ഐ യൂസ് ദാറ്റ് വേർഡ് ഇൻ അഡ്വൈസിബിളി. പലപ്പോഴും ഞാൻ ആ വാക്ക് ഉപദേശിക്കാറില്ല. ഐ ഷുഡ് സേ ഐ സ്റ്റേഡ് ഡ്രൈ ഫോർ ദ നെക്സ്റ്റ് 10 years. ഞാൻ പറയേണ്ടത് സോബർ എന്ന വാക്കാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. പക്ഷെ ഞാൻ എപ്പോഴും പറയേണ്ടത് ഡ്രൈ എന്ന വാക്കാണ്. വരണ്ട് അല്ലെങ്കിൽ കുടിക്കാത്ത കുടിയനെ പോലെ ഞാൻ അവിടെ ഇരുന്നു. ഐ വാസ് എ നൈസ് പേഴ്സൺ. ആ 10 വർഷക്കാലം ഞാൻ അത്ര നല്ല മനുഷ്യനായിരുന്നില്ല. ദർ വേർ സർട്ടൻ ഡിവിഡൻസ് വിച്ച് വർ ട്രമൻഡസ്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പങ്ക് ഞാൻ കുടി നിർത്തിയത് മൂലം വഹിച്ചിട്ടുണ്ടെങ്കിലും മൈ ഫാമിലി വാസ് വെരി ഹാപ്പി ബിലീവിങ് ഐ വാസ് സോബർ. എന്റെ ഫാമിലി വളരെ വിശ്വസിച്ചിരുന്നു ഞാൻ സോബർ ആണെന്ന്. ദേ ടുക്ക് ഓൾമോസ്റ്റ് എനിത്തിങ് ഫ്രം മീ. എന്നിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാം അതൊക്കെ സ്വീകരിച്ചു. ദോ ഐ വാസ് ജസ്റ്റ് ആസ് ഇമോഷണലി ഹൈ അറ്റ് ടൈംസ് ആസ് വെൻ ഐ വാസ് ഡ്രിങ്കിങ്. ഞാൻ എപ്പോഴും ഒരു വൈകാരികമായി ഉയർന്ന അവസ്ഥയിലായിരുന്നു, ഞാൻ എങ്ങനെയാണോ കുടിച്ചിരുന്ന പോലെ തന്നെ. ബട്ട് ദേ വേർ സോ ഗ്ലാഡ് ഐ വാസ് ഇൻ ഡ്രിങ്കിങ്. പക്ഷെ അവർക്ക് വളരെ സന്തോഷമായിരുന്നു ഞാൻ കുടിക്കുന്നില്ലല്ലോ. ദാറ്റ് ദേ സ്റ്റുഡ് ഫോർ എനിത്തിങ്. അതുകൊണ്ട് എന്നോടൊപ്പം അവർ എന്തിനു വേണ്ടി നിലനിന്നു. ദേ വർ ടെറിബിൾ ഇയേഴ്സ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ വർഷങ്ങളായിരുന്നു. ഇറ്റ് വാസ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. ഇത് 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയമാണ്. ആൻഡ് വി ഹാഡ് ലോസ്റ്റ് 2 of our nephews. 2 സ്വന്തക്കാരെ നഷ്ടപ്പെട്ടു. ദർ വാസ് ഡെത്ത് ഇൻ ദ ഫാമിലി. മരണം മാത്രമാണ് കുടുംബത്തിലെങ്ങും. വൺ ആഫ്റ്റർ ദ അതർ ആസ് ദ യങ്സ്റ്റേഴ്സ് വെന്റ്. ഒന്നിനു പുറകെ ഒന്നായി യുവാക്കൾ മരണത്തിലേക്ക് പോയി. ഫാമിലിയിലെ യുവാക്കൾ. ഇറ്റ് ഓൾവേസ് സീം ടു ടേക്ക് എ ടോൾ ഓഫ് 2 or 3 of the older members of the family at the same time. അതിനോടൊപ്പം തന്നെ 2 or 3 ഒരുപാട് പ്രായമായ ആളുകളെയും കുടുംബത്തിൽ നിന്ന് മരണം എടുക്കാൻ തുടങ്ങി. ദേ വേർ പ്രെറ്റി ഹൊറിബിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയാനകമായ ഭീകരമായ വർഷങ്ങളായിരുന്നു. ഹൊറിബിൾ ഇയേഴ്സ്. ആൻഡ് യെറ്റ് ഐ ഡിഡ്ന്റ് ഡ്രിങ്ക്. എന്നിട്ടും ഞാൻ കുടിച്ചില്ല. ഐ ഡിഡ്ന്റ് ഡ്രിങ്ക് ബിക്കോസ് ഐ നെവർ വാണ്ടഡ് ടു ബ്രേക്ക് ദ വണ്ടർഫുൾ കൺവെനന്റ്. അതായത്
ഞാൻ കൊടുത്ത ഉടമ്പടിയും കരാറുമാണ് ഇനി കുടിക്കുകയില്ല എന്ന്. ആ ഉടമ്പടിയോ പ്രതിജ്ഞയോ കരാറോ ലംഘിക്കാനായി ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുടിക്കാണ്ടിരുന്നത്. ദാറ്റ് ഐ ഫെൽറ്റ് ഐ ഹാഡ് മേഡ്. എനിക്ക് ആ പ്രതിജ്ഞ പാലിക്കേണ്ടതുണ്ട്. ഹാവിംഗ് ഗോട്ടൺ എ റിലീസ് വെൻ ഐ പ്രേഡ് ടു ഗോഡ് ഫോർ ഇറ്റ്. ഞാൻ എപ്പോഴാണോ ആ ആശുപത്രിയിൽ നിന്ന് റിലീസ് ആയത്, അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണത്. ആഫ്റ്റർ തിങ്സ് വെയർ അഡ്ജസ്റ്റഡ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാര്യങ്ങളെല്ലാം ഒരുവിധമൊക്കെ ശരിയായി വരുന്നു. മദർ ഡെഡ്. എന്റെ അമ്മ മരിച്ചു. ഷി ഡെഡ് ആഫ്റ്റർ സീയിങ് മൈ സോബർ. ഞാൻ മദ്യപിക്കാതിരിക്കുന്ന സമയത്താണ് അമ്മ മരിച്ചത്. അതുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കുന്നത് അമ്മ കണ്ടു. ഓ ഡ്രൈ, അല്ലെങ്കിൽ വരണ്ട കുടിയനെ പോലെ. ഫോർ 8 years, 8 വർഷക്കാലം അങ്ങനെയായിരുന്നു ഞാൻ. ഷീ ഡെഡ് വെരി ഹാപ്പി ഓൺ അക്കൗണ്ട് ഓഫ് ദാറ്റ്. അങ്ങനെ നോക്കുമ്പോൾ അവള് വളരെ സന്തോഷത്തോടെയാണ് മരിച്ചത്. ദ ഓൾഡ് ജോൺ ബാർലിക്കോൺ സ്റ്റാർട്ടഡ് ടോക്ക് ടു മീ ആൻഡ് സേ. അപ്പോൾ എന്റെ ഓൾഡ് ജോൺ ബാർലിക്കോൺ എന്ന് പറഞ്ഞാൽ മദ്യം. ജോൺ ബാർലിക്കോൺ എന്ന് ബുക്കിലും പറയുന്നുണ്ട്. ബാർലിക്കോൺ എന്ന് പറഞ്ഞത് ഒരു എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു മദ്യമാണ്. അപ്പൊ ജോൺ ബാർലിക്കോൺ സ്റ്റാർട്ടഡ് ടോക്ക് ടു മീ. എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് സേ, എന്നോട് ഇങ്ങനെ പറഞ്ഞു. വെൽ, യു ഹാവ് ബീൻ ഡ്രൈ ഫോർ 10 years നൗ. നിനക്ക് 10 വർഷമായിട്ട് നീ കുടിക്കാതിരിക്കുകയാണ്. ഈസ് ഇൻ ദാറ്റ് ഇനഫ്? ഇത് ഇത്രയും പോരെ നിനക്ക്? ദ സിവിയർ ടെംപ്ടേഷൻ കെയിം. അങ്ങനെ എനിക്ക് ഒരു പ്രലോഭനം കടന്നു വന്നു. വെൻ മൈ തിങ്കിങ് സ്റ്റാർട്ടഡ് ടെല്ലിങ്. എന്റെ ചിന്തകൾ എന്നോട് പറയാൻ തുടങ്ങി. ടെല്ലിങ് മീ ദാറ്റ് ആഫ്റ്റർ 10 years ഓഫ് നോട്ട് ഡ്രിങ്കിങ്. 10 വർഷക്കാലമായി നീ കുടിച്ചിട്ടില്ല. ഐ കുഡ് സർട്ടൻലി ഡ്രിങ്ക് ലൈക്ക് എ നോർമൽ ഹ്യൂമൻ ബീയിങ്. നിനക്കിപ്പോൾ സാധാരണ കുടിയനെ പോലെ കുടിക്കാൻ സാധിക്കും. സോ ഐ പ്ലാനഡ് ദാറ്റ് ഓൺ ഡെക്കറേഷൻ ഡേ. ഞാൻ ഡെക്കറേഷൻ ഡേയിൽ ഒരു പ്ലാൻ ചെയ്തു. മൈ വൈഫ് ആൻഡ് വുഡ് ട്രൈ എ ബോട്ടിൽ ഓഫ് ഷാമ്പെയിൻ. ഒരു ഷാമ്പെയിൻ കുടിക്കാമെന്ന് ഞാനും ഭാര്യയും കൂടി പ്ലാൻ ചെയ്തു. ആൻഡ് ദാറ്റ് ഇഫ് ഐ സ്റ്റേഡ് സോബർ ഐ കുഡ് ഡ്രിങ്ക് വിത്ത് ഹർ നോർമലി ലൈക്ക് എനിബഡി എൽസ്. ഞാൻ അതിനുശേഷം സോബറായിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ കുടിച്ച് ഐ കുഡ് ഡ്രിങ്ക് വിത്ത് ഹർ നോർമലി ലൈക്ക് എനിബഡി. മറ്റുള്ളവരെ പോലെ സാധാരണ രീതിയിൽ ഞാൻ കുടിച്ചു തുടങ്ങും. ആൻഡ് ദാറ്റ് വുഡ് ഹാവ് മേഡ് ഹർ ഹാപ്പി ടു. അത് അവളെ വളരെയധികം സന്തോഷവതിയാക്കുകയും ചെയ്തു. എ വീക്ക് ഓർ 10 days ബിഫോർ ഡെക്കറേഷൻ ഡേ. ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പ്, ഡെക്കറേഷൻ ഡേക്ക് മുമ്പ്, ഐ വാസ് ഹാവിങ് ഗ്യാസലിൻ പുട്ട് ഇൻ ടു മൈ കാർ. എനിക്ക് എന്റെ കാറില് ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് എ വെരി ഡിയർ ഫ്രണ്ട് ഹു ഹാഡ് ഗോൺ ടു സ്കൂൾ വിത്ത് മീ. എന്റെ ഒരു കൂട്ടുകാരൻ, എന്നോടൊപ്പം സ്കൂളിലുണ്ടായിരുന്ന എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ അടുത്ത് വന്നു. ആൻഡ് ഹു ഹാഡ് എ സിവിയർ ആൽക്കോളിക് പ്രോബ്ലം ഓഫ് ഹിസ് ഓൺ. അവനാണെങ്കിലും വളരെയധികം മദ്യപാന പ്രശ്നമുണ്ടായിരുന്ന ഒരാളാണ്. ഹി വാസ് ആൻ അവൻ ഏയക്കാരനാണ്. വാട്ട് എവർ ദാറ്റ് വാസ്. എന്താണോ അത് കെയിം അപ്പ് ടു മീ. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് പുട്ടിങ് ദ ഗ്യാസലിൻ ഇൻ ആൻഡ് സേ. ഗ്യാസലിൻ അടിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു. ഗ്യാസലിൻ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് പുട്ടിങ് ദ ഗ്യാസലിൻ ആൻഡ് സേയിങ് ഗുഡ് മോർണിംഗ്, ഹൗ മെനി ഗാലൻസ് ഓഫ് ഗ്യാസലിൻ. അവൻ എന്നോട് ചോദിച്ചു, എത്ര ഗാലൻ പെട്രോളാണ് നിനക്ക് വേണ്ടത്? വിച്ച് വാസ് ഹിസ് യൂഷ്വൽ ഡെയിലി ഗ്രീറ്റിംഗ്. അതെപ്പോഴുമുള്ള ഒരു അവന്റെ ഒരു ആശംസ. അവൻ പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഹി സാഡ്, ഹലോ ഫ്രെഡ്. എന്നോട് പറഞ്ഞു, ഹലോ ഫ്രെഡേ, ഹൗ ഈസ് യുവർ ആൽക്കഹോളിക് പ്രോബ്ലം? നിന്റെ മദ്യപാന പ്രശ്നം എങ്ങനെയുണ്ട്? ഐ ലാഫ്ഡ്. ഞാൻ ചിരിച്ചു. ഐ സാഡ്, ഞാൻ പറഞ്ഞു, ഐ ഹാവൻറ്റ് എനി ആൽക്കഹോളിക് പ്രോബ്ലം. എനിക്ക് മദ്യപാന പ്രശ്നം ഇല്ല. ഇൻഫാക്ട് അത് കാരണം ഓൺ ഡെക്കറേഷൻ ഡേ മൈ വൈഫ് ആൻഡ് ഐ ആർ ഗോയിങ് ടു ട്രൈ എ ബോട്ടിൽ ഓഫ് ഷാമ്പെയിൻ. ഞാനും എന്റെ ഭാര്യയും കൂടി ഈ വരുന്ന ഡെക്കറേഷൻ ഡേക്ക് ഒരു ഷാമ്പെയിൻ ബോട്ടിൽ മേടിച്ച് കഴിക്കാൻ പോവുകയാണ്. ഹി ഗോട്ട് ആസ് വൈറ്റ് ആസ് എ ഷീറ്റ് ആൻഡ് പുട്ട് ഹിസ് ഹാൻഡ് ഓൺ മൈ ആം ആൻഡ് സെഡ്. ഒരു വെളുത്ത കടലാസ് പോലെ എനിക്ക് അവന്റെ ആ കൈകൾ എന്റെ തോളത്ത് വെച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു, ലുക്ക്, നോക്കൂ, ബിഫോർ യു ടേക്ക് ദാറ്റ് ഫസ്റ്റ് ഡ്രിങ്ക്. നീ ആ ആദ്യത്തെ കുടി എടുക്കുന്നതിന് മുമ്പ്, വിൽ യു പ്ലീസ് കം ടു ആൻ എ മീറ്റിംഗ്. നിങ്ങൾ ആ കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു എ മീറ്റിംഗിന് വരാമോ? ദർ ഈസ് വൺ ഇൻ ടൗൺ ടു നൈറ്റ്. ഇന്ന് രാത്രി ടൗണിൽ മീറ്റിംഗ് ഉണ്ട്. ആൻഡ് ഐ വിൽ കോൾ ഫോർ യു. ഞാൻ നിന്നെ വിളിക്കാം. ഐ ജസ്റ്റ് ഹാഡ് ടു സേ യെസ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യെസ്, ഞാൻ വരാം. ആൻഡ് ദാറ്റ് വാസ് 10 days ബിഫോർ ഐ വാസ് ഗോയിങ് ടു ഡ്രിങ്ക്. അത് ഞാൻ കുടിക്കാൻ പോകുന്നതിന് 10 ദിവസം മുമ്പുള്ള ഒരു ദിവസമായിരുന്നു. That man had been wanting to talk to me for 10 years about my drinking and never had the courage to mention it. ആ മനുഷ്യന്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനായ മനുഷ്യന്, കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്റെ കുടിയെ പറ്റി എന്നോടൊന്ന് സംസാരിക്കണം. പക്ഷെ അവൻ ആ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് അബൌട്ട് May 20, 1947. അത് മെയ് 20, 1947.
ഐ വെന്റ് ടു ദാറ്റ് മീറ്റിംഗ്. ഞാൻ ആ മീറ്റിംഗിലേക്ക് പോയി വിത്ത് മൈ ടങ് ഇൻ മൈ ചീക്ക്. അതായത് നാക്ക് മുഖത്ത് വരുന്നത് പോലെ. ഐ ടോൾഡ് മൈ വൈഫ്, നാക്ക് പുറത്തിട്ട് മുഖത്ത് വരുന്ന പോലെ ചില കൂടുതൽ സംസാരിക്കുന്നതിന് പറയുന്നതെന്ന് തോന്നുന്നു. ഐ ടോൾഡ് മൈ വൈഫ് ഐ വാസ് എ ജോയിനർ അഗെയിൻ. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ വീണ്ടും അവിടെ ചേർന്നു. ഐ സെഡ് ഐ ഹാഡ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യണം. ബട്ട് ഇറ്റ് വാസ് നോ പ്ലേസ് ഫോർ എ ലേഡി. പക്ഷെ ഇത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ഥലമല്ല. ഐ ഹാഡ് ടെൽ ഹെർ അബൌട്ട് ഇറ്റ് ലേറ്റർ. ഞാനിത് അവളോട് പിന്നീട് പറയാം. ഐ വെന്റ് അപ്പ് ദേർ ആൻഡ് ഫൗണ്ട് സോ മെനി വണ്ടർഫുൾ പീപ്പിൾ. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് വളരെ അത്ഭുതകരമായിട്ടുള്ള ആളുകളെയാണ്. ഹൂ വുഡിന്റ് നോർമലി അസോസിയേറ്റ് വിത്ത് മീ. പലരും എന്നോട് സാധാരണ രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്തവരായിരുന്നു. ഓൾ ടുഗദർ, എല്ലാവരും ഒന്നു ചേർന്ന്. സച്ച് എ സ്മൈലിംഗ്, എന്തൊരു നല്ലൊരു എല്ലാവരും കൂടി ചിരിക്കുകയാണ്. ഹാപ്പി, ആനന്ദിക്കുകയാണ്. ഡിലൈറ്റ്ഫുൾ ഗ്രൂപ്പ്, വളരെ മനോഹരമായ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആളുകളുടെ ഒരു കൂട്ടം. ദാറ്റ് ഐ കുഡിന്റ് ബിലീവ് മൈ ഐസ്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആൻഡ് സ്റ്റിൽ ഹാഡ് ടു ബി കൺവിൻസ്ഡ്. ഞാൻ എപ്പോഴും അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദ ലീഡർ വാസ് സ്പ്ലെൻഡിഡ്. ദ ലീഡർ എന്ന് പറയുന്ന ആള് വളരെ തിളക്കമേറിയ, വളരെ ഉജ്ജ്വലമായിട്ടുള്ള മനുഷ്യനായിരുന്നു. എ കോളേജ് മാൻ. അദ്ദേഹം ഒരു കോളേജ്, വെരി ക്വയറ്റ്. അവൻ വളരെ ശാന്തനായിരുന്നു. ഹു സ്റ്റാർട്ടഡ് ദ മീറ്റിംഗ് ബൈ സെയിങ് ആൽക്കഹോളിസം ഈസ് ആൻ ഇൻക്യൂറബിൾ പ്രോഗ്രസീവ് ഡിസീസ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മീറ്റിംഗ് തുടങ്ങിയത്. ആ മദ്യപാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്നത് ഒരിക്കലും സുഖപ്പെടാത്ത വികസിക്കുന്ന ഒരു അസുഖമാണ്. വെദർ യു ആർ ഡ്രൈ ഓൺ 1 ഇയർ, നിങ്ങൾ 1 വർഷക്കാലം കുടിക്കാതിരുന്നാലും, 10 ഇയർ ഓർ 50 ഇയേഴ്സ്, നിങ്ങൾ 10 വർഷക്കാലമോ 50 വർഷമോ കുടിക്കാതിരുന്നാലും, യു ആർ സ്റ്റിൽ 1 ഡ്രിങ്ക് അവേ ഫ്രം എ ഡ്രങ്ക്. നിങ്ങൾ കുടിയനാകുന്നതിന് ഒരു കുടിക്ക് അകലെ മാത്രമാണ്. ദെൻ ഹി പുൾഡ് ഔട്ട് ഹിസ് പൈപ്പ്. ദ ഫ്ലോർ സീം ടു ഗിവ് മേ ദെൻ ഹി പുൾഡ് ഔട്ട് ഹിസ് പൈപ്പ്. അത് സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് അതായത് അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ പൈപ്പ്, സിഗരറ്റ് വലിക്കുന്ന പൈപ്പ് പുറത്തെടുത്തു. ദ ഫ്ലോർ സീം ടു ഗിവ് മേ വേ അണ്ടർ മീ ബട്ട് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് സ്റ്റഡിഡ് ബിക്കോസ് മൈ റിയാക്ഷൻ വാസ് താങ്ക് ഗോഡ് ഐ ഡിഡ്ന്റ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് തിങ്. ഫ്ലോറിലുള്ള എല്ലാവരും എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നന്ദി, ഞാൻ ആ ആദ്യത്തെ കൂടി എടുത്തില്ലല്ലോ. താങ്ക് ഗോഡ് ഐ കെയിം ഹിയർ. ദൈവമേ നന്ദി, ഞാൻ ഇവിടെ എത്തിച്ചേർന്നല്ലോ. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ആഫ്റ്റർ ഓൾ ദിസ് ഇയേഴ്സ്, ഞാനിപ്പോഴും യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നത്, ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ബിഫോർ ഐ ടുക്ക് ദാറ്റ് ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്നതിന് മുമ്പ്, ഐ വാസ് ഗോയിങ് ടു ബി ടോൾഡ് ദ ട്രൂത്ത് ആൻഡ് ദെൻ മേക്ക് ദ റൈറ്റ് ചോയ്സ് ഫോർ മൈ സെൽഫ്. കുടിക്കുന്നതിന് മുമ്പ് ഞാൻ സത്യം വിളിച്ചു പറയുകയും ഞാൻ എനിക്ക് ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു, ഞാൻ തന്നെ. ദ ഹോൾ എക്സ്പീരിയൻസ്, ഈ ഒരു മൊത്തം അനുഭവങ്ങൾ വാസ് ഓഫ് ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമാണ്. ദാറ്റ് ഐ വാസ് ത്രിൽഡ് ബൈ ഇറ്റ്. ഞാനിപ്പോൾ ഇതിൽ ആനന്ദിക്കുന്നുണ്ട്. ആൻഡ് എ തിങ് മദർ ഹാഡ് സെഡ് years before when I had come home drunk and she had seen me came to my mind. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ, കുടിച്ചിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. The only time that she never broke down and wept us that night. ആ ഒരു ദിവസം മാത്രമാണ് അവൾ തകർന്നു പോവുകയും ഒരുപാട് കരയുകയും ചെയ്ത രാത്രി. She said, അമ്മ എന്നോട് പറഞ്ഞു, this must be somehow good. എങ്ങനെയോ നീ ഇപ്പോൾ കുടിക്കുന്നത് എപ്പോഴെങ്കിലും നല്ലതായി മാറും. ദിസ് കനോട്ട് ബി ഓൾ നെഗറ്റീവ്. ഇതെല്ലാം നെഗറ്റീവ് അല്ല. സം ഗുഡ് മസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൽ നിന്ന് ഒരു നല്ല കാര്യം ഉടലെടുത്ത് വരും. മദർ ഹാഡ് ബീൻ ഡെഡ് 2 years. ഇപ്പോൾ അമ്മ മരിച്ചിട്ട് 2 വർഷമായി. ടുവാർഡ് ദ എൻഡ് ഓഫ് മൈ ഫസ്റ്റ് AA ഈവനിങ്, ആ ആദ്യത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിന്റെ വൈകുന്നേരം, ഐ ഹിയർഡ് അബൌട്ട് ദ 12 സ്റ്റെപ്പ്. ഞാൻ 12 പടികളെ പറ്റി കേട്ടു. വേർ ആസ് ആൻ ആൽക്കഹോളിക് ആൻഡ് ഹാവിംഗ് ഗോൺ ത്രൂ ദ എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഒരു മദ്യാസക്തൻ അതിലൂടെ കടന്നു പോകുന്നതെന്ന് പറയുന്നത് കേട്ടു. ഐ മൈറ്റ് ബി ഏബിൾ ടു റീച്ച് സം അതർ പുവർ ആൽക്കഹോളിക് വേർ ഡോക്ടേഴ്സ്. ഞാൻ പിന്നീട് എനിക്ക് കഴിയും മറ്റ് ആൽക്കഹോളിക് പൂറായിട്ടുള്ള ആൽക്കഹോളിക്കിന് വേർ ഡോക്ടേഴ്സ്, മെഡിസിൻ, സയൻസ് ആൻഡ് റിലീജിയൻ ബൈ ദംസെൽസ് ഹാഡ് ഫെയിൽഡ്. പല മറ്റുള്ള മദ്യാസക്തരുടെ അടുത്തേക്ക് എനിക്ക് എത്താൻ കഴിയും. പലപ്പോഴും ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും ഒക്കെ മതവും ഒക്കെ പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ അവർ സ്വയം പരാജയപ്പെടുന്നിടത്ത് എനിക്ക് പോയി അവർക്ക് റീച്ച് ചെയ്യാൻ കഴിയും ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന്. ദാറ്റ്സ് സം ഹൗ ഗുഡ്.
ഇത് നല്ലതായി മാറും. കെയിം ടു മൈ ഇയർ. എന്റെ ചെവികളിലേക്ക് അത് കേട്ടു. താങ്ക് ഗോഡ്, ദൈവമേ നന്ദി. ഐ ഹാവ് ബീൻ ഏബിൾ ടു ടേൺ ഇൻ ടു സം ഹൗ ഗുഡ്. ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും നല്ലതിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് മൈ സ്റ്റോറി. അതാണ് എന്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ. ഫ്രെഡിന്റെ കഥയാണ്. അദ്ദേഹം ഒരു ശില്പിയാണ്, പ്രതിമകളും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ആ കഥ അവിടെ അവസാനിച്ചതിന് ശേഷം നമുക്ക് ജോസ് പൗസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഒന്ന് നോക്കാം. ഒരു സെക്കൻഡ്. ജോസ്, ഒരു സെക്കൻഡ് എനിക്ക് തരണം. ഓക്കെ, ജോസ്. ഓക്കെ, ക്വിക്ക് ബുക്കിലെ 2ാമത്തെ എഡിഷനിലാണ് ഈ കഥ. ജോയ് എം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബ്രോൺസ് ന്യൂയോർക്കിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. There were only beginning when he get to believe for the 35th time. This were only beginning. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. When he get to believe for the 35th time. 35 പ്രാവശ്യം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. He still had the state hospital ahead of him. ഇപ്പോഴും സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ അദ്ദേഹം പോകാറുണ്ട്. And even after a heart-breaking test of his newfound faith. അപ്പോ ഹൃദയ തകരുന്ന രീതിയിലുള്ള ഒരു പുതിയ വിശ്വാസത്തിലേക്ക് അവൻ കടന്നു വന്നു. ജോയിനഡ് ഇൻ ഏപ്രിൽ ഓഫ് 1939. 1939 ഏപ്രിലാണ് ജോ എയിൽ ചേർന്നത്. ബട്ട് സ്ലിപ്പഡ് ഇൻ നവംബർ 1939. നവംബർ മാസം 1939 അദ്ദേഹം വീണ്ടും സ്ലിപ്പായി. ആൻഡ് റിട്ടേൺ ഇൻ ഫെബ്രുവരി 1940. 1940 ഫെബ്രുവരിയിൽ അദ്ദേഹം വീണ്ടും എയിലേക്ക് തിരിച്ചു വന്നു. ജോ ഹാഡ് ബീൻ ടു ബെലൂസ് ആൽക്കഹോളിക് വാർഡ് 35 ടൈംസ്. ബെലൂസ് ആൽക്കഹോളിക് വാർഡില്, ആശുപത്രിയിലെ വാർഡില് 35 പ്രാവശ്യം അദ്ദേഹം അഡ്മിറ്റ് ആയി. ഹി തോട്ട് ദാറ്റ് വുഡ് ക്വാളിഫൈ ഹിം ഫോർ എ. അവൻ വിചാരിക്കുന്നത് എ ചേരാനുള്ള യോഗ്യത അതാണെന്നാണ്. ബിക്കോസ് ദേ ഡോണ്ട് ടേക്ക് യു ഇൻ ദ ബെലൂവ് ആൽക്കഹോളിക് വാർഡ് ഫോർ സൈനസ് ട്രബിൾ. അതായത് മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ അവർ ബെലൂവ് ആൽക്കഹോളിക് വാർഡിൽ അഡ്മിറ്റ് ആക്കിയല്ല. അവന് മദ്യപാന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവിടെ 35 പ്രാവശ്യം അഡ്മിറ്റ് ആക്കിയത്. ഹിസ് ഫസ്റ്റ് ട്രിപ്പ് ടു ബെലൂവ് വാസ് ദ ഏജ് ഓഫ് 17. 17ാമത്തെ വയസ്സിലാണ് ആദ്യമായി അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ആൻഡ് ഹി വാസ് കോൾഡ് ആൻ ആൽക്കഹോളിക് അറ്റ് 18 or 19. 18ാമത്തെയോ 19ാമത്തെയോ വയസ്സിൽ അവൻ ആൽക്കഹോളിക് ആണെന്ന് വിളിക്കപ്പെട്ടു. ഹി വാസ് ഇൻ ജയിൽ. അവൻ ജയിലിൽ പോയി. perhaps 65 or 75 ടൈംസ്. അവൻ 65 or 75 പ്രാവശ്യം ജയിലിൽ പോയി. ഹി ഗോട്ട് മാരീഡ് ഇൻ 1926. 1926 അദ്ദേഹം വിവാഹിതനായി. തിങ്കിങ് ഹി വുഡ് ബി ഏബിൾ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അവന് കുടി നിർത്താൻ കഴിയുമെന്ന് വിചാരിച്ചു. ആൻഡ് ഫാദേർഡ് 3 children. 3 കുട്ടികളുടെ അച്ഛനായി. ആഫ്റ്റർ 11 years ഹിസ് വൈഫ് ഡിസൈഡ് ടു ലീവ് വിത്ത് ദ ചിൽഡ്രൻ. 11ാമത്തെ വർഷത്തിന് ശേഷം ഭാര്യ മക്കളോടൊപ്പം അവനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായപ്പോൾ ബട്ട് ഹിസ് സിസ്റ്റർ ഇന്റർവീൻഡ് ആൻഡ് സജസ്റ്റ് ദാറ്റ് ഷീ പേ ഫോർ ഹിം ടു ബി ട്രീറ്റഡ് ബൈ എ സൈക്കാട്രിസ്റ്റ്. അവന്റെ സഹോദരി അവിടെ കടന്നു വരികയും അവളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സഹോദരി അവന്റെ സൈക്കാട്രിക് ചികിത്സയ്ക്കുള്ള പൈസ മുടക്കാം. ഹി അഗ്രീഡ് ബിക്കോസ് ഹി ഹാഡ് ബിഗാൻ ഹാലൂസിനേറ്റിംഗ്. അവൻ അതിന് സമ്മതിച്ചു, കാരണം അവന് ഹാലൂസിനേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് ദ സൈക്കാട്രിസ്റ്റ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ സൈക്കാട്രിസ്റ്റുമായിട്ട് ഒരു വിധത്തിലും സഹകരിച്ചില്ല. ദ സൈക്കാട്രിസ്റ്റ് സജസ്റ്റഡ് ഹി ഗോ ബാക്ക് ടു ബെലൂവ്. സൈക്കാട്രിസ്റ്റ് ആകട്ടെ അവനെ വീണ്ടും ബെലൂവ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ ആവശ്യപ്പെട്ടു. ദേ പുട്ട് ഹിം ഇൻ ദ മെന്റൽ ഹോസ്പിറ്റൽ. അവനെ മാനസിക ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. ബട്ട് ഹി ഫൗണ്ട് ഹി കുഡ് ഗെറ്റ് ആൽക്കഹോൾ ദർ ടു. അവിടെ മദ്യം കിട്ടുന്ന ഒരു അവസ്ഥ അവൻ തന്നെ ഉണ്ടാക്കി. ഹിസ് 10-year-old son tried to support the family by shining shoes. അവന്റെ 10 വയസ്സുള്ള കുട്ടി ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കാൻ തുടങ്ങി. എ ഡോക്ടർ സജസ്റ്റഡ് ഹി സൈൻ ഹിംസെൽഫ് ഔട്ട് ആൻഡ് ട്രൈ ടു സപ്പോർട്ട് ഹിസ് ഫാമിലി. ഡോക്ടർ അവനോട് പറഞ്ഞു, നീ നിന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. ബട്ട് ഹി കുഡിന്റ് ഹോൾഡ് എ ജോബ്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു ജോലി നിലനിർത്താൻ കഴിഞ്ഞില്ല. ആൻഡ് ഹി കുഡിന്റ് സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അതോടൊപ്പം അവന്റെ കുടിയും നിർത്താൻ കഴിഞ്ഞില്ല. ഹി വെന്റ് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അവൻ യാത്രയായി. അൻറ്റിൽ നോ വൺ വുഡ് ഹയർ ഹിം എനിമോർ. പിന്നീട് ഒരു കാലത്ത് അവനെ ആരും ഹയർ ചെയ്യാതെയായി, അല്ലെങ്കിൽ ജോലിക്കെടുക്കാതെയായി. ഹി വുഡ് ഗോ ടു ഹിസ് സൺ. അവന്റെ സണ്ണിന്റെ അടുത്ത് പോയി. and tell him his mother had sent him to get the money and the son never refused him. ആ കുട്ടി 10 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് പോയി അമ്മ പറഞ്ഞു വിട്ടിട്ടാണ് പണം എനിക്ക് വേണമെന്ന് പറഞ്ഞു.
ആ കുട്ടി അവന് പണം നൽകി. ഈവൻച്വലി ഹി വാസ് അറസ്റ്റഡ് ഫോർ എ വെരി സീരിയസ് ക്രൈം. അവൻ പിന്നീട് ഒരു വലിയ ഒരു കുറ്റകൃത്യം ചെയ്തതിന് അറസ്റ്റിലായി. ദാറ്റ് ഹി ഡിഡിൻ റിമെമ്പർ. അവന് ആ ക്രൈം ചെയ്തത്, കുറ്റം ചെയ്തത് അവൻ ഓർക്കുന്ന പോലുമില്ല. കമ്മിറ്റിംഗ് ആൻഡ് കുഡ് ഹാവ് ബീൻ സെന്റ് ടു സിംഗ് ഫോർ 15 years. അങ്ങനെ 15 വർഷം അവനെ ജയിലിൽ അടച്ചു. ബട്ട് ഹി വാസ് സെന്റൻസ്ഡ് ടു ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. അവിടെ നിന്ന് അവന് വീണ്ടും സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇറ്റ് വാസ് ദെയർ ഇൻ ഏർലി 1939. 1939 തുടക്കകാലത്തിലാണ് ദാറ്റ് ഡോക്ടർ കോൾഡ് ഹിം ഇൻ ടു ഹിസ് ഓഫീസ് ടു മീറ്റ് ബിൽ ഡബ്ല്യു. അങ്ങനെ ഡോക്ടർ 1939 ബിൽ ഡബ്ല്യുവിന്റെ ഡോക്ടർ വിളിച്ചു ബിൽ ഡബ്ല്യുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് 5 അതർ എ. അവിടെ ബിൽ ഡബ്ല്യുവിന്റെ കൂടെ മറ്റ് 5 എക്കാർ കൂടി ഉണ്ടായിരുന്നു. ഹു വേർ ട്രൈങ് ടു ഗെറ്റ് എ ഇൻ ടു ദി ഹോസ്പിറ്റൽ. അവിടെ ഹോസ്പിറ്റലിൽ എ തുടങ്ങാനായി ശ്രമിക്കുന്നവരായിരുന്നു അത്. സം ടൈം ലേറ്റർ ഹി വെന്റ് ടു ഹിസ് ഫസ്റ്റ് മീറ്റിംഗ് ഇൻ സൗത്ത് ഓറഞ്ച്, ന്യൂജേഴ്സി. അതിനുശേഷം കുറച്ചു കാലത്തിനുള്ളിൽ അവൻ സൗത്ത് ഓറഞ്ചിലെ ന്യൂജേഴ്സിയിലെ എ മീറ്റിംഗിൽ ആദ്യമായി പോയി. ഫോർ 7 months ഹിസ് വൈഫ് അക്കമ്പനിയുടെ ഹിം ടു ദി മീറ്റിംഗ്. 7 മാസം അവന്റെ ഭാര്യ അവനോടൊപ്പം മീറ്റിംഗിന് പോകുമായിരുന്നു. ദ ഫസ്റ്റ് ടൈം ഹി വെന്റ് അലോൺ. ആദ്യത്തെ ദിവസം അവൻ ഒറ്റയ്ക്ക് പോയപ്പോൾ ഹി ഡിഡിൻ സ്റ്റേ അൻറ്റിൽ ദ എൻഡ്. അവൻ അവസാനം വരെ, ആ മീറ്റിംഗിന്റെ അവസാനം വരെ നിന്നില്ല. ബട്ട് ഇൻസ്റ്റഡ് ഗോട്ട് ഡ്രിങ്ക്. അതിനുശേഷം അവൻ പോയി കുടിക്കുകയും ചെയ്തു. 3 months ലേറ്റർ, 3 മാസത്തിന് ശേഷം ഹി വാസ് ബാക്ക് ഇൻ ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. അവൻ വീണ്ടും സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഹി ന്യൂ ദാറ്റ് എ ഹാഡ് നോട്ട് ഫെയിൽഡ് ഹിം. അവന് അറിയാമായിരുന്നു അവനെ പരാജയപ്പെടുത്തില്ല. ഹി ഹാഡ് ഫെയിൽഡ് ഹി ഹാഡ് നോട്ട് ബീൻ ഹോണസ്റ്റ് വിത്ത് ഹിംസെൽഫ് ഓർ വിത്ത് എനിബഡി എൽസ്. അവൻ എന്തുകൊണ്ടാണ് എയിൽ പരാജയപ്പെട്ടത് എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ എയിലോ മറ്റുള്ളവരുമായോ സത്യസന്ധനായിരുന്നില്ല. സോ ഹി സോ എ പ്രീസ്റ്റ്. അങ്ങനെ അവനൊരു പുരോഹിതനെ കണ്ടു അറ്റ് ദ ഹോസ്പിറ്റൽ, ആ ആശുപത്രിയിൽ വെച്ച്. ആൻഡ് ടുക്ക് എ വെരി ത്രൂ 5th സ്റ്റെപ്പ്. അങ്ങനെ ത്രൂ അല്ല, തറോ, വളരെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു 5-ാം പടി എടുത്തു. ഫോർ നിയർലി എ ഇയർ ഹി കുഡിന്റ് ഗെറ്റ് എ ജോബ്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം അവന് ജോലിയൊന്നും കിട്ടില്ലായിരുന്നു. സോ ഹി സ്പെൻഡ് മെനി അവേഴ്സ് അറ്റ് ദി എ. ആ ഒരു വർഷക്കാലം അവന് ജോലി കിട്ടാത്തത് കൊണ്ട് അവന്റെ സമയം മുഴുവൻ എക്ക് വേണ്ടി ചെലവഴിച്ചു. ക്ലബ് ഹൗസ് ഓൺ 24th സ്ട്രീറ്റ്, 24ാമത്തെ സ്ട്രീറ്റിലുള്ള ക്ലബ് എയിലായിരുന്നു അവന്റെ മുഴുവൻ സമയവും ജോലി. ഹിസ് വൈഫ് ഗോട്ട് പ്രഗ്നന്റ് അഗൈൻ. അവന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. ഇറ്റ് വാസ് എ വെരി ഡേഞ്ചറസ് പ്രഗ്നൻസി. അതൊരു വളരെ അപകടകരമായ അവസ്ഥയായിരുന്നു. ആൻഡ് വെൻ ഷീ വാസ് ഡെലിവറിങ് ദ ബേബി, അവള് ബേബിനെ ഡെലിവറി ചെയ്തപ്പോൾ പ്രസവിച്ചപ്പോൾ ഹി തോട്ട് ഷീ വാസ് ഡൈങ് ആൻഡ് വെൻ ടു എ ബാർ. അവൻ വിചാരിച്ചു ബേബി പ്രസവത്തോടൊപ്പം അവളും മരിച്ചു പോകുമെന്ന്. അങ്ങനെ അവൻ ബാറിലേക്ക് ഓടി. ഇൻ ദ ബാർ ഹി ഡിസൈഡ് ടു ട്രൈ പ്രയർ. ആ ബാറിൽ വെച്ച് അവൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹി വാക്ക്ഡ് ഔട്ട് ഓഫ് ദ ബാർ ആഫ്റ്റർ ഹാവിംഗ് ഓൺലി എ ജിഞ്ചർ എൽ ആൻഡ് വെന്റ് ടു ദി ക്ലബ് ഹൗസ്. അവൻ ആ ബാറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൻ മദ്യം കഴിച്ചില്ല, പക്ഷെ അവൻ ഒരു ജിഞ്ചർ എൽ എന്ന് പറയുന്ന ജ്യൂസ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ക്ലബ് ഹൗസിലേക്ക് പോയി. അബൌട്ട് 1 in the morning, 1 മണിക്ക് രാവിലെ ഹി ഗോട്ട് എ ടെലഗ്രാം ഫ്രം ദ ഹോസ്പിറ്റൽ. അവന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടെലഗ്രാം കിട്ടി. ഹി ഹാഡ് എ ഡോട്ടർ. അവനൊരു മകളുണ്ട്. ആൻഡ് ഷീ വാസ് ഫൈൻ. അവൾ നന്നായിട്ടിരിക്കുന്നു. ഹി താങ്ക്ഡ് ഗോഡ്. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദാറ്റ് ഹി ഹാഡ് എ ഡ്രിങ്ക്. മദ്യം കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇറ്റ് ടുക്ക് ഹിം 17 months ടു ഗെറ്റ് എ ജോബ്. ഏകദേശം 17 മാസം എടുത്തു അവനൊരു ജോലി കിട്ടാൻ. ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ജോബ്. അവനൊരു ജോലി ഇഷ്ടപ്പെട്ടില്ല. ഹി ഗോട്ട് ആൻഡ് വാസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് അനദർ വീക്ക്. ആൻഡ് ഇഫ് നോ അതർ ജോബ് കെയിം അലോങ് ഗെറ്റ് റാങ്ക്. ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ആൻഡ് ഇഫ് നോ അതർ ജോബ് കെയിം അലോങ് ഗെറ്റ് റാങ്ക്. മറ്റൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണ്ടും കുടിക്കും എന്നവൻ ചിന്തിച്ചു. ബിഫോർ ദാറ്റ് വീക്ക് വാസ് അപ്പ്. ആ ആഴ്ച കടന്നു വരുമ്പോൾ ഏകദേശം ഒരാഴ്ച കൂടി ആ ജോലി, അവന് ഇഷ്ടപ്പെടാത്ത ജോലിയാണ്, പക്ഷെ ഒരാഴ്ച കൂടി ഞാൻ ആ ജോലിക്ക് പോവാം. ആ ജോലിയുടെ സമയത്ത് എനിക്ക് മറ്റൊരു ജോലി കിട്ടിയില്ല, ഞാൻ കുടിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ബിഫോർ ദാറ്റ് വീക്ക് വാസ് അപ്പ്. ആ കുടിക്കാമെന്ന് ചിന്തിച്ച ആ ആഴ്ച വന്നപ്പോൾ 2 men he had worked for a long time before showed up at his house and offered him a job. 2 മനുഷ്യർ അവന്റെ വീട്ടിൽ വരികയും അതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് 2 ആളുകൾ അവന്റെ വീട്ടിൽ വരികയും അവന് ജോലി ഓഫർ ചെയ്യുകയും ചെയ്തു. They had heard he was in AA and doing all right. അവരെങ്ങനെയോ അറിഞ്ഞിരുന്നു ഇവൻ ആൽക്കഹോളിക് അനോണിമസിൽ പോകുന്നുണ്ട്, അവൻ നന്നായിരിക്കുന്നു എന്ന്. He said good news travels fast in AA. അതുകൊണ്ട് നല്ല വാർത്തകൾ വളരെ വേഗം എയിൽ പ്രചരിക്കും എന്ന് അവൻ
അവൻ പറഞ്ഞു. ബട്ട് ട്രാജഡി ലേ എഹഡ്, വീണ്ടും ദുരിതം അവന്റെ മുമ്പിലുണ്ടായിരുന്നു. ദ സൺ ഹു ഹാഡ് ബീൻ ഷൈനിങ് ഷൂസ് അറ്റ് ദ ഏജ് ഓഫ് 10, 10ാമത്തെ വയസ്സിൽ ഈ ഷൂ പോളിഷ് ചെയ്തിരുന്ന മകൻ ഓൺ ഹിസ് 16th ബർത്ത്ഡേ വാസ് ഇൻ ട്രോളി കാർ ആക്സിഡന്റ് ഓൺലി 2 blocks ഫ്രം ഹോം. രണ്ട് റോഡിനപ്പുറമായിട്ട്, അല്ലെങ്കിൽ വീട്ടിലെത്താനുള്ള 2 റോഡുകൾക്ക് അപ്പുറത്ത് 16ാമത്തെ ബർത്ത്ഡേയുടെ സമയത്ത് അവനൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി. ഹി റിഗെയിൻഡ് കോൺഷ്യസ്നെസ് വൺസ് ഇൻ ദ 13 hours. 13 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവന് ബോധം തിരിച്ചു കിട്ടിയത്. ജോ വാസ് വിത്ത് ഹിം. ജോ എന്ന് പറയുന്ന നമ്മുടെ AI മെമ്പർ അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഹി സീംഡ് ടു ബി ട്രൈങ് ടു ടെൽ ഹിസ് ഫാദർ അവന്റെ അച്ഛനോട് പറഞ്ഞു, ഐ ആം ലൂസിങ് ദിസ് ബാറ്റിൽ, ഞാൻ ഈ മത്സരം അവസാനിപ്പിക്കുകയാണ് ഡാഡ്, ബട്ട് ഡോണ്ട് ലെറ്റ് ദിസ് ത്രോ യു. പക്ഷെ ഇത് നീ ബട്ട് ഡോണ്ട് ലെറ്റ് ദിസ് ത്രോ യു, ഇത് നിന്നെ നശിപ്പിക്കരുത്, അല്ലെങ്കിൽ നിന്നെ എറിഞ്ഞു കളയരുത്. ജോ വാസ് ഗോയിങ് ടു ഗോ ഓൺ എ സൂയിസൈഡ് ഡ്രങ്ക്. അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്യണമെന്ന രീതിയിൽ കുടിച്ചു. ആൻഡ് ഇഫ് ദാറ്റ് ഡിഡ്ന്റ് വർക്ക്, ജമ്പ് ഔട്ട് എ വിൻഡോ. അങ്ങനെ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ജനലിലൂടെ പുറത്ത് ചാടി മരിക്കണം. ബട്ട് ബിഫോർ ഹി കുഡ് ഡു ദാറ്റ്, ഹിസ് ഫോൺ റാങ്. അവൻ കുടിക്കുന്നതിന് മുമ്പായി അവന്റെ ഫോൺ ബെല്ലടിച്ചു. ഇറ്റ് വാസ് ആൻ AI മെമ്പർ ഇൻ ഒഹായോ. അപ്പൊ ഒഹായോയിലെ ഒരു AI മെമ്പറാണ് അവനെ വിളിച്ചത്. ഹി ഹാഡ് ഹിയർഡ് ദ ന്യൂസ്. അവൻ എങ്ങനെയോ ഈ വാർത്ത അറിഞ്ഞു. ആൻഡ് കോൾഡ് ടു ടെൽ ഹിം നോട്ട് ടു ഡ്രിങ്ക് ഓവർ ഇറ്റ്. ഇതിന്റെ മേൽ നീ കുടിക്കരുത് എന്ന് അവനോട് പറഞ്ഞു. അനദർ കോൾഡ് ഫ്രം കണക്റ്റിക്കറ്റ്. കണക്റ്റിക്കറ്റിൽ നിന്ന് മറ്റൊരു കോൾ വന്നു. അതേഴ്സ് കോൾഡ് ആൻഡ് വൈൽ ഹി വാസ് സ്റ്റിൽ ആൻസറിങ് കോൾസ് ഇൻ AI. മറ്റുള്ളവരും അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഓരോ ഫോണിനും, ആൽക്കോളിസം അനോണിമസിലെ ആളുകളുടെ ഫോണിന് ആൻസർ ചെയ്തുകൊണ്ടിരുന്നു. ഫ്രണ്ട് വാക്കഡ് ഇൻ. അങ്ങനെ ഒരു കൂട്ടുകാരൻ അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. ആൻഡ് സ്റ്റേഡ് വിത്ത് ഹിം ദാറ്റ് നൈറ്റ്. ആ രാത്രി മുഴുവൻ അവനോടൊപ്പം ചേർന്നിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് ദ അണ്ടർടേക്കർ കെയിം ടു ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ മോർഗ്യൂ ടു ഐഡന്റിഫൈ ഹിസ് ടൗൺ. അപ്പോ അടുത്ത ദിവസം രാവിലെ ഒരു അണ്ടർടേക്കർ വന്നിട്ട് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് തന്റെ മകനെ തിരിച്ചറിയാനായി അവനെ കൊണ്ടുപോയി. ഹിസ് AI ഫ്രണ്ട് വെന്റ് വിത്ത് ഹിം. അവന്റെ ആൽക്കോളിസം അനോണിമസിലെ കൂട്ടുകാരനും അവനോടൊപ്പം ചേർന്ന് നിന്ന് പോയി. ആൻഡ് ദ അണ്ടർടേക്കർ വാസ് ഓൾസോ ഇൻ AI. ആ അണ്ടർടേക്കറും AI കാരനായിരുന്നു. When that slab was pulled out of me to identify my son's body, if I didn't have AA on my right and AA on my left, I wouldn't be alive today. അപ്പോ എൻ്റെ മകന്റെ ബോഡിയുടെ മുകളിലേക്ക് ആ സ്ലാബ് വലിച്ചിടുമ്പോൾ, എൻ്റെ മകന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് വലിച്ചിടുമ്പോൾ, ഇഫ് ഐ ഡിഡ്ന്റ് ഹാവ് AA ഓൺ മൈ റൈറ്റ് ആൻഡ് ഓൺ മൈ ലെഫ്റ്റ്, ഇടതും വലതുമായി AA ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നില്ല. സോ ഹിസ് ലെങ്ത് ഓഫ് സോബറിറ്റി വാസ് ഇൻ ഹാൻഡഡ് ടു ഹിം ഓൺ എ സിൽവർ പ്ലേറ്റർ. അങ്ങനെ അവന് ഒരിക്കലും സുബോധം വെള്ളിത്തളികയിൽ വെച്ച് കിട്ടിയതല്ല. ബട്ട് ഹി വാസ് സോബർ ഓവർ 11 years വെൻ ഹി റോട്ട് ഹിസ് സ്റ്റോറി. ഏകദേശം 11 വർഷത്തിന് ശേഷമാണ് അവൻ ഈ കഥ എഴുതുന്നത്. താങ്ക്സ് ടു ദി ഗുഡ് പീപ്പിൾ ഓഫ് AA. എല്ലാ നല്ലവരായ AIയിലെ ആളുകൾക്കും നന്ദി. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഏറ്റവും അവസാനവും പറയാതിരിക്കാൻ വഴിയാത്ത ഒരു കാര്യമാണ്, എൻ്റെ ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ഒരു ഓട്ടോബയോഗ്രഫി. നമുക്ക് ആ കഥയിലേക്ക് പോകാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ജോസ് വൗസ് എന്നാണ്. ജോസ് വൗസ് എന്നാണ് ജോയുടെ ദുർഗതി, ജോയുടെ ആദി, അല്ലെങ്കിൽ ജോയുടെ കുഴപ്പങ്ങൾ എന്നുള്ള രീതിയിലാണ് വൗസ്, WOES എന്ന് പറഞ്ഞ ദുർഗതി എന്നാണ് അവിടെ ചേരുന്നത്. അപ്പൊ ആൽക്കോളിസം അനോണിമസിലെ ഒരു അംഗത്തിന്റെ കഥയാണത്. ജോസ്. അപ്പൊ നമ്മൾ അതിന്റെ ഓട്ടോബയോഗ്രഫി പറഞ്ഞു കഴിഞ്ഞു. These were only beginning when he hit Bellevue for the 35th time. 35 പ്രാവശ്യമാണ് ബെല്യൂവ്യൂ എന്ന് പറയുന്ന ആൽക്കഹോളിക്കുകൾക്കായിട്ടുള്ള ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റ് ആയത്. ഹിസ്റ്ററി ഹാർഡ് ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ ഓഫ് ഹിം. ഈ ഇടയ്ക്കിടയ്ക്ക് അവൻ ഹോസ്പിറ്റല്, സ്റ്റേറ്റിലെ, സംസ്ഥാനത്തെ മറ്റൊരു ആശുപത്രിയിലും പോകാറുണ്ട്. ആൻഡ് ഈവൻ ആഫ്റ്റർ എ ഹെഡ് ബ്രേക്കിംഗ് ടെസ്റ്റ് ഓഫ് ഹിസ് ന്യൂ ഫൗണ്ട് ഫെയ്ത്ത്. പേയിൽ വന്നതിന് ശേഷം അവന് ഒരു പുതിയ വിശ്വാസം കടന്നു വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകാം. ഐ നെവർ ഡ്രിങ്ക് ഇൻ ഹൈസ്കൂൾ ഓർ കോളേജ്. ഞാൻ ഹൈസ്കൂളിലോ കോളേജിലോ വെച്ചോ ഞാൻ കുടിച്ചില്ല. ബിക്കോസ് ഐ നെവർ വെന്റ് ടു ഹൈസ്കൂൾ ഓർ കോളേജ്. കാരണം എന്താണ്? ഞാൻ ഹൈസ്കൂളിലും കോളേജിലും പോയിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു ക്നിക്ബർഗ് ഹോസ്പിറ്റൽ. ഐ നെവർ ബീൻ ടു ക്നിക്ബർഗ്
Knicker Broker Hospital. Knicker Broker Hospital ഞാൻ പോയിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു ഗ്രാസ് ലാൻഡ്സ്. ഞാൻ ഗ്രാൻഡ് ലാൻഡിലും കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു ടൗൺസ്. ഞാൻ ടൗണുകൾ കണ്ടിട്ടില്ല. ദാറ്റ് സ്വങ്കി പ്ലേസ് ഓഫ് സെൻട്രൽ പാർക്ക് വെസ്റ്റ്. സെൻട്രൽ പാർക്ക് വെസ്റ്റിലെ മോശപ്പെട്ട സ്ഥലങ്ങളും കണ്ടിട്ടില്ല. ബട്ട് ഐ ഹാവ് ബീൻ ടു ബെലൂ ആൽക്കഹോളിക് വാർഡ് 35 ടൈംസ്. എന്നിരുന്നാൽ തന്നെയും ടൗണിൽ പോകാത്ത, സെൻട്രൽ പാർക്ക് വെസ്റ്റിൽ പോകാത്ത ഞാൻ 35 പ്രാവശ്യം ബെലൂവ് ആൽക്കഹോളിക് വാർഡിൽ അഡ്മിറ്റായി. ദാറ്റ് ഷുഡ് ക്വാളിഫൈ മീ. ഇതെന്നെ യോഗ്യത തരുമോ? ബിക്കോസ് ദേ ഡോണ്ട് ടേക്ക് യു ഇൻ ദ ബെലൂവ് ആൽക്കഹോളിക് വാർഡ് ഫോർ സൈനസ് ട്രബിൾ. നമ്മൾക്ക് മറ്റുള്ള സൈനസിന്റെ പ്രശ്നങ്ങൾക്കൊന്നും ആ പഴയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ സാധിക്കുകയില്ല. ഐ മേഡ് എ ഫ്യൂ ജയിൽസ്. ഞാൻ കുറച്ചു കാലം ജയിലിൽ കടന്നു. മേ ബി 35 or 75, 65 or 75 ടൈംസ് ഇൻ മൈ ഡ്രിങ്കിങ്. ചിലപ്പോൾ 65-75 പ്രാവശ്യം ഞാൻ ജയിലിൽ പോയി എന്റെ കുടി മൂലം. ഐ മേഡ് മൈ ഫസ്റ്റ് ട്രിപ്പ് ടു ബെലൂവ് അറ്റ് ദ ഏജ് ഓഫ് 17. 17ാമത്തെ വയസ്സിലാണ് ബെലൂവിലേക്കുള്ള എന്റെ ആദ്യത്തെ ട്രിപ്പ് വെക്കുന്നത്. ഐ വാസ് കോൾഡ് ആൻ ആൽക്കോളിക് വെൻ ഐ വാസ് 18 or 19. ഞാൻ 18ാമത്തെയോ 19ാമത്തെയോ വയസ്സിൽ ഞാൻ ആൽക്കഹോളിക് എന്ന് അറിയപ്പെട്ടു. അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് അറിയപ്പെട്ടു. ബട്ട് ഐ ജസ്റ്റ് കുഡിന്റ് ബിലീവ് ഇറ്റ്. പക്ഷെ ഞാനും അപ്പോഴും വിശ്വസിച്ചില്ല. ഐ ഡിഡ്ന്റ് നോ വാട്ട് ആൻ ആൽക്കഹോളിക് മീൻ. എനിക്കറിയില്ല മദ്യാസക്തൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഐ ഹാഡ് ട്രബിൾ വിത്ത് ആൽക്കഹോൾ. എനിക്ക് മദ്യം കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അറ്റ് ദാറ്റ് ഏജ് ഐ വാസ് ഇൻ ബോദറിങ് എനിബഡി. പക്ഷേ ഞാനത് വലിയ കാര്യമാക്കില്ല. ഐ വാസ് സിംഗിൾ. ഞാൻ ഏകനാണ്. ഐ ജസ്റ്റ് വെന്റ് ഓൺ അബൌട്ട് മൈ ബിസിനസ്. ഞാൻ എന്റെ ബിസിനസ്സിലൂടെ കടന്നുപോയി. എന്റെ മേഡ് അപ്പ് മൈ മൈൻഡ്. ഞാൻ പലപ്പോഴും എന്റെ മനസ്സിനെ ഒരുക്കിയെടുത്തു. വെൽ, ഐ വിൽ ലിക്ക് ദിസ് തിങ് മൈ വേ. ഞാൻ ഈ കാര്യങ്ങൾ എന്റെ വഴിക്ക് ശരിയാക്കും. സം ഡേ ഐ വിൽ ബി ഏബിൾ ടു സ്റ്റോപ്പ്. ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് കൂടി നിർത്താൻ കഴിയും. ഐ മേഡ് അപ്പ് മൈ മൈൻഡ്. ഞാൻ എന്റെ മനസ്സ് ഒരുക്കിയെടുത്തു. ഐ വാസ് ഗോയിങ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ഞാൻ കുടി നിർത്താൻ പോവുകയാണ്. വെൻ ഐ ഗോട്ട് മാരീഡ്. ഞാൻ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും കുടി നിർത്താൻ പോവുകയാണ്. ഇൻ 1926, 1926 ഐ മേറ്റ് ദ റൈറ്റ് ഗേൾ. ഞാനൊരു യഥാർത്ഥത്തിലൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആൻഡ് വി ഗോട്ട് മാരീഡ്. ഞങ്ങൾ കല്യാണം കഴിച്ചു. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ആസ് ഈസി ആസ് ദ സ്നാപ്പ് ഓഫ് എ ഫിംഗർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ഒരു വിരലുകൾ ഞൊടിക്കുന്നത് പോലെ വളരെ എളുപ്പമാണ് കൂടി നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു. വെൽ, കൊള്ളാം. ഐ ഡിഡിൻ സ്റ്റോപ്പ് ബിക്കോസ് ഐ കുഡിൻ സ്റ്റോപ്പ്. എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ലീവ് ഇറ്റ് അലോൺ. ഞാൻ അതിനെ വെറുതെ വിട്ടില്ല. ഐ ജസ്റ്റ് വെന്റ് ഓൺ. ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ടേ പോയി. ബട്ട് നൗ ഇറ്റ് വെന്റ് ഇൻ ടു ട്രാജഡി ഡ്രിങ്കിങ്. ഇപ്പോൾ ഞാൻ ദുരിതത്തിലായ കുടിയനായി. ബിക്കോസ് ഐ ഹാഡ് ബോട്ട് 3 ചിൽഡ്രൻ ഇൻ ടു ദി വേൾഡ്. ഞാൻ 3 കുട്ടികളെ ലോകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആൻഡ് ഇറ്റ് വെന്റ് ഫ്രം ബാഡ് ടു വേഴ്സ്. ഇത് എന്റെ കുടിയാണെങ്കിൽ മോശത്തിൽ നിന്നും വളരെ ദുരിതത്തിലേക്കായി. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഹോസ്പിറ്റൽ. ഇത് ഹോസ്പിറ്റൽസിന്റെ പ്രശ്നമല്ല. ആൻഡ് ജയിലിന്റെയും പ്രശ്നമല്ല. ആൻഡ് ദാറ്റ് മെറി ഗോ റൗണ്ട് വിൽ ഗോ ത്രൂ. ഈ കുടിയുടെ ഈ ചുറ്റുവലയത്തിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മൈ വൈഫ് സ്റ്റുഡ് ദിസ് ഫോർ അബൌട്ട് 11 years. 11 വർഷക്കാലം എന്റെ ഭാര്യ ഇതിനോടൊപ്പം ചേർന്ന് നിന്നു. ദെൻ ഷീ ഗോട്ട് എ റിസെന്റ്മെന്റ്. അവൾക്ക് നീരസം ഉണ്ടായി. ഷീ വാസ് ഗോയിങ് ടു ലീവ് മീ. അവൾ ഇപ്പോൾ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഷീ ഹാഡ് ട്രൈഡ് ടു ലീവ് മീ ബിഫോർ മെനി ടൈംസ്. അവൾ ഇതിനു മുമ്പും പലപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഓൺലി ടു ട്രൈ ടു ഗെറ്റ് മീ ടു സോബർ അപ്പ്. പക്ഷേ പലപ്പോഴും എനിക്ക് സുബോധവും കിട്ടാൻ വേണ്ടി അവൾ പരിശ്രമിച്ച ചില പരിശ്രമങ്ങൾ മാത്രമായിരുന്നു. ബട്ട് ദിസ് ടൈം ഐ ഗോട്ട് ഹോം വൺ നൈറ്റ് ഇൻ ദ ഏർലി ഈവനിങ്. ഈ സമയത്ത് ഐ ഗോട്ട് ഹോം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വൺ നൈറ്റ്, ഒരു രാത്രി, ഇൻ ദ ഏർലി ഈവനിങ്, ഒരു വൈകുന്നേരമായപ്പോൾ, ആൻഡ് എവറിഥിങ് വാസ് ക്രാറ്റഡ് റെഡി ടു ഗോ ടു സ്റ്റോറേജ്. എല്ലാം കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് സ്റ്റോറേജിലേക്ക് വെക്കാനായി. ഷി വാസ് ഗോയിങ് ഹർ വേ വിത്ത് ദ 3 ചിൽഡ്രൻ. അവൾ തന്റെ 3 കുട്ടികളുമായി അവരുടെ വഴിക്ക് പോകാൻ പോവുകയാണ്. ഐ വാസ് ലെഫ്റ്റ് ടു ഗോ മൈ വേ വിത്ത് ദി ബോട്ടിൽ. ഞാനാണെങ്കിൽ എന്റെ വഴിക്ക് കുപ്പിയുമായി നടക്കുകയാണ്. മൈ സിസ്റ്റർ ഹിയർഡ് അബൌട്ട് ദിസ്. എന്റെ സഹോദരി ഇതിനെപ്പറ്റി കേട്ടു. ആൻഡ് ഷീ കെയിം റണ്ണിങ് ഓവർ ടു ദി ഹൗസ്. അവൾ എന്റെ വീട്ടിലേക്ക് ഓടി വന്നു. ആൻഡ് സേസ് ടു മൈ വൈഫ്. എന്റെ ഭാര്യയോട് പറഞ്ഞു, നൗ വെയിറ്റ് എ മിനിറ്റ്. ഇപ്പോൾ നീ ഒരു നിമിഷം നിൽക്കൂ. ബിഫോർ യു ഡു എ ട്രാജിക് തിങ്. ഇത്തരത്തിലുള്ള ഭയാനകമായ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ലൈക്ക് ദിസ് ആൻഡ് ലീവ് മൈ ബ്രദർ. നീ ഇപ്പോൾ എന്റെ സഹോദരനോട് വെറുതെ വിടൂ. ഡു യു റിയലൈസ് ഹീസ് എ സിക്ക് മാൻ? നിനക്ക് മനസ്സിലാവുമോ അവൻ ഒരു അസുഖക്കാരനായ മനുഷ്യനാണ്. ബോയ്, ഐ തോട്ട് ദാറ്റ് ദിസ് വാസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. അത് ആൺകുട്ടിയായി ഞാൻ ചിന്തിച്ചു, ഇത് ഈ ലോകത്തിന്റെ പുറത്തേക്ക് വന്നിരിക്കുന്നു. സച്ച് കൈൻഡ് വേർഡ്സ് എ സിക്ക് മാൻ. അങ്ങനെ ഒരു വാക്കോ?
അസുഖക്കാരനായ മനുഷ്യൻ. യു ought to hear what my family called me before that. എന്റെ കുടുംബത്തിലെ ആരെങ്കിലും എന്നെ ഇതിനു മുമ്പ് ഇങ്ങനെ വിളിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. മൈ സിസ്റ്റർ സേസ്, എന്റെ സഹോദരി പറഞ്ഞു, ലെറ്റ് മീ സ്റ്റാൻഡ് ദ എക്സ്പെൻസ് ഓഫ് ടേക്കിംഗ് മൈ ബ്രദർ ടു ദി മെഡിക്കൽ സെന്റർ ടു ഇന്റർവ്യൂ വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കാട്രിസ്റ്റ്. അപ്പോ ഞാന് എന്റെ ബ്രദറിന്റെ ചെലവുകൾ വഹിക്കാം. എനിക്ക് എന്റെ ഒരു മെഡിക്കൽ സെന്ററിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അവനെ ഒന്ന് കൊണ്ടുപോയി ഇന്റർവ്യൂ ചെയ്യണം. ഐ തോട്ട് ഐ വാസ് റിയൽ റിപ്പ്. അപ്പോ ഞാൻ വിചാരിച്ചു, ഞാൻ പാകമായിരിക്കുന്നു ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട്, അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നു. ബിക്കോസ് ഐ വാസ് ബിഗിനിങ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ അതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഐ ഡിഡിൻ വാണ്ട് ടു ഡു. ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ തോട്ട് ഐ വാസ് റിയലി ഗോയിങ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. പലപ്പോഴും എന്റെ മനസ്സ് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതായി പലപ്പോഴും എനിക്ക് തോന്നി. ഐ ഹാഡ് ഗോട്ടൺ ടു ദ സ്റ്റേജ് വേർ ഐ ഹാഡ് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഐ ഹാഡ് ലുക്ക് ഇൻ ദ മിറർ ആൻഡ് ദെൻ ഐ ഹാഡ് സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് മൈ സെൽഫ് ആൻഡ് ഐ സെഡ്, ഫോർ ക്രിപ്സ് സേക്ക് വിൽ യു സ്റ്റാൻഡ് സ്റ്റിൽ ലോങ് എനഫ് ടിൽ ഐ ഷേവ്. പലപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ഞാൻ ചിന്തിച്ചിരുന്നു. ഐ തോട്ട് ഐ വാസ് റിയലി ഗോയിങ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. എന്റെ മനസ്സ് വിട്ടുപോകുന്ന പോലെ തോന്നി. ഐ ഹാഡ് ഗോട്ടൺ ടു ദ സ്റ്റേജ്. പലപ്പോഴും ഞാൻ ഈ സ്റ്റേജിൽ നാടക നടന്മാർ നിൽക്കണ പോലെ ഐ ഹാഡ് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഐ ഹാഡ് ലുക്ക് ഇൻ ദ മിറർ. ഞാൻ കണ്ണാടിയിൽ നോക്കും. സ്റ്റാർട്ട് ടോക്കിംഗ് ടു മൈ, ഞാൻ എന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ഐ ഹാഡ് സേ, ഞാൻ എന്നോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഒന്ന് നേരെ നിൽക്കൂ, ഈ ഷേവിംഗ് എങ്കിലും കഴിയുന്നവരെ എന്ന് പറയാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ ഗോട്ട് ടു ദ സ്റ്റേജ് വെർ ഐ ആം വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഓൺ ന്യൂയോർക്ക്. പിന്നീട് ഞാൻ സ്റ്റേജിലൂടെ ഇങ്ങനെ ന്യൂയോർക്കിന്റെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ആൻഡ് മൈ ഐസ് ഗോ അപ്പ് ടു ആഡ് ഓൺ എ ഗ്രേറ്റ് ബിഗ് ബിൽ ബോർഡ്സ്. പരസ്യ പലകകളിലുള്ള പരസ്യങ്ങളിലൂടെ എന്റെ കണ്ണുകൾ പോകും. ദ ആഡ് റീഡ് ഓൾഡ് ഡച്ച് ക്ലീനർ. ഒരു ആഡ് ഇങ്ങനെ, ഒരു പരസ്യം ഇങ്ങനെയാണ്, ഓൾഡ് ഡച്ച് ക്ലീനർ എന്നാണ്. നൗ ദാറ്റ്സ് ആൻ എവരിഡേ ആഡ്. ഇപ്പോഴത് എല്ലാ ദിവസത്തെയും പരസ്യമാണ്. ബട്ട് ഓൺ ദിസ് ക്യാൻ ഓഫ് ഓൾഡ് ഡച്ച് ക്ലീനർ there happened to be an old woman with a club. Next thing you know, she got off the sign and chased me into the 51st Street police station. അപ്പോൾ ഒരു ഓൾഡ് വുമൺ വിത്ത് എ ക്ലബ്, ഒരു ക്ലബില് പഴയ ഒരു വൃദ്ധയായ സ്ത്രീയിൽ നിന്ന് ഞാൻ ഈ ഓൾഡ് ഡച്ച് ക്ലെൻസർ വാങ്ങി ഓടി. അവള് ഷീ ഗോട്ട് ഓഫ് ദ സൈൻ ആൻഡ് ചേസ്ഡ് മീ. അവള് എന്നെ പുറകെ ഓടിച്ചിട്ടു 51st സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ വരെ, 51ാമത്തെ സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷൻ വരെ. ഐ റാൺ ഇൻ ദ ഫോർ ഹെൽപ്പ്. ഞാൻ അവിടെ സഹായത്തിനായി പോലീസ് സ്റ്റേഷനിൽ കയറി. ഷി വാസ് റൈറ്റ് ബിഹൈൻഡ് മീ. അവൾ എന്റെ പുറകെ ഉണ്ട്. ഐ വെന്റ് അപ് ടു ദി ലൂയിറ്റ്മെനൻ ഡെസ്ക് ആൻഡ് സെഡ്. അതിന്റെ ഫ്രണ്ട് ഡെസ്കിൽ ഞാൻ പറഞ്ഞു, ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണം. ഷീ ഈസ് ഔട്ട് ദെയർ. അവൾ അവിടെയുണ്ട്. ഹീ സാഡ്, ഹൂ ഈസ് ഔട്ട് ദെയർ? അവിടെ ആരാണുള്ളത് എന്നാ പോലീസുകാരൻ ചോദിച്ചു. ഐ സ്റ്റാർട്ട് ഡ്രൈവിംഗ്. എനിക്ക് ഭ്രാന്തുള്ള ഒരവസ്ഥയിലായി. there she is with the club. അവിടെയുണ്ട് ആ സ്ത്രീ. ഷീ ഈസ് ഫോളോഡ് മീ ഫ്രം 54th സ്ട്രീറ്റ്. 54ാമത്തെ സ്ട്രീറ്റിൽ നിന്ന് എന്നെ ഫോളോ ചെയ്യുകയാണ്. ഷീ ലുക്ക്ഡ് മീ ഓവർ ആൻഡ് ഐ സേസ്. അയാൾ എന്നെ പൂർണ്ണമായി ഒന്ന് നോക്കി. എന്നിട്ട് പറയും, ഓ ഐ സി വാട്ട് യു മീൻ. എനിക്ക് മനസ്സിലായി നീ എന്താ അർത്ഥമാക്കുന്നത്. മാർക്ക് ഈ ഹോളേസ് ഫോർ പട്രോൾമാൻ മർഫി. അവൻ പട്രോൾമാൻ മർഫിനെ വിളിച്ചു. ആൻഡ് മർഫി കംസ് ഔട്ട്. മർഫി അവിടെ വന്നു. ആൻഡ് ദിസ് ലിയൂട്ടനന്റ് സേസ്, ഈ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ടേക്ക് ദാറ്റ് ബം ടു ബെലൂ സോ എവേ ഐ ഗോ. ഈ ബമ്മിനെ വീണ്ടും ബെലൂ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും അവിടെ പോയി. സോ ലേറ്റർ ഓൺ വെൻ മൈ സിസ്റ്റർ മെൻഷൻ ദ മെഡിക്കൽ സെന്റർ ഹാഡ് എ സൈക്കാട്രിസ്റ്റ്, ഐ തോട്ട് ഐ ഹാഡ് നോ ചോയ്സ്. ഇപ്പോൾ എന്റെ സിസ്റ്ററും മെൻഷൻ പറയാണ്, മെഡിക്കൽ സെന്ററിൽ പോകണം, സൈക്കാട്രിസ്റ്റിനെ കാണണം. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ വി വാക്ക് ഇൻ ടു ദി മെഡിക്കൽ സെന്റർ. ഞാൻ ആ മെഡിക്കൽ സെന്ററിലേക്ക് നടന്നു. ആൻഡ് ഐ ആം പെർഫെക്റ്റ്ലി സോബർ. ഞാൻ തീർച്ചയായും നല്ല രീതിയിൽ സോബറാണ്. ആൻഡ് വി സീ എ സർട്ടൻ ഡോക്ടർ ദെയർ. എനിക്ക് ചില ഡോക്ടർമാരെ അവിടെ കാണണം. ഐ ഹാഡ് മെയ്ഡ് മൈ മൈൻഡ് അപ്പ്. എന്റെ മനസ്സ്, ഐ വുഡ് ഡു എനിത്തിങ് ഇൻ ദ വേൾഡ് ദാറ്റ് ദിസ് മാൻ സേസ്. എന്റെ മനസ്സ് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ പറയുന്ന എന്ത് കാര്യമാണേലും ഞാൻ ചെയ്യും. സോ വി ഗെറ്റ് അപ്പോയിന്റഡ് ടു ഡോക്ടർ. എനിക്ക് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് കിട്ടി. സോ ആൻഡ് സോ ഓഫീസ്, സോ ആൻഡ് സോ. ആ ഓഫീസിൽ അങ്ങനെ വി വാക്കിൻ. ഞങ്ങൾ ആ വാക്കിൻ ചെയ്തു. ആൻഡ് അല്ലെങ്കിൽ നടന്ന് അവിടെ കയറി. ആൻഡ് ദെയർ ഇസ് എ ലിറ്റിൽ സൈക്കാട്രിസ്റ്റ് സിറ്റിംഗ് ഡൗൺ ഓൺ ഹിസ് ഡെസ്ക്.
അവിടെ ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു ചെറിയ സൈക്കാട്രിസ്റ്റ് ഡെസ്കിൽ ഇരിക്കുകയാണ്. ഹി ഗെറ്റ്സ് അപ്പ്, അവൻ എണീറ്റു. ആൻഡ് ഹി ടേൺ ടു ബി എ ലിറ്റിൽ സ്കോട്ട് അബൌട്ട് ദാറ്റ് ഹൈ. അവൻ അവൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്ത്രം, അതിൽ ഡോക്ടറുടെ കുപ്പായം അവനേക്കാൾ വലുതാണ്. റൈറ്റ് അവേ മൈ മൈൻഡ് ചേഞ്ചസ്. ഐ സെഡ് ടു മൈസെൽഫ്, ഐ ആം ബിഗർ ദാൻ ദിസ് ഗൈ. അവനിട്ടിരിക്കുന്ന ഓവർകോട്ട് വലുതായതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു, ഞാൻ ഈ മനുഷ്യനേക്കാളും വലിയവനാണ്. ഐ കെപ്റ്റ് സ്റ്റെയറിംഗ് അറ്റ് ഹിം. ഞാൻ പിന്നീട് അവനോട് ഒച്ചെടുക്കാൻ തുടങ്ങി. ഐ ഡിഡ്ന്റ് തിങ്ക് ഹി ന്യൂ മോർ ദാൻ ഐ ഡിഡ്. എനിക്കുള്ള അത്ര അറിവ് പോലും നിനക്കില്ല എന്നാണ് അവൻ ചിന്തിച്ചത്. ഐ വാസ് ബിഗർ ദാൻ ഹി വാസ്. നിന്നേക്കാൾ വലിയവനാണ് ഞാൻ. ഐ കെയിം ടു ദി കൺക്ലൂഷൻ ഇൻ ദ എൻഡ്. ആ ഒച്ചപ്പാടിന്റെ അവസാനം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു നിർത്തി. വൺ ഗുഡ് ഡ്രിങ്ക് വുഡ് കിൽ ദാറ്റ് ഗായ്. ഒരു 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 കുടി കൂടി എടുത്തു കഴിഞ്ഞാൽ നിന്നെ കൊല്ലാൻ പറ്റും. ഹി സ്റ്റാർട്ടഡ് ആസ്കിങ് മീ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അവൻ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഹി സേസ്, അവൻ പറഞ്ഞു, വൈ ഡു യു ഡ്രിങ്ക്? നീ എന്തുകൊണ്ടാണ് കുടിക്കുന്നത്? മൈ സിസ്റ്റർ ഈസ് പേയിങ് $50 ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. എന്റെ സിസ്റ്റർ ആണെങ്കിൽ, സഹോദരി ആണെങ്കിൽ $50 ആ ഡോക്ടർക്ക് കൊടുക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കായി. വൈ ഡു യു ഡ്രിങ്ക്? എന്തിനാണ് നീ കുടിക്കുന്നത്? വെൽ, ഐ ഹാഡ് ഇന്റർവ്യൂഡ് സൈക്കാട്രിസ്റ്റ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പും സൈക്കാട്രിസ്റ്റിന്റെ ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് ഹിം എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ അവനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഹി കുഡിന്റ് ഗെറ്റ് ടു ഫസ്റ്റ് ബേസ് വിത്ത് മീ ബിക്കോസ് ഐ വാസ് ഇൻ കോപ്പറേറ്റിംഗ്. ഞാനുമായി ഒരു ലയനം സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഞാനുമായി ഒരു സഹകരണം കിട്ടിയില്ല, കാരണം ഞാൻ അവനുമായി സഹകരിക്കുന്നില്ല. ഫൈനലി ഹി ത്രൂ മീ ഔട്ട് ഓഫ് ദ ഓഫീസ്. എന്നെ ആ ഓഫീസിൽ നിന്ന് പുറത്താക്കി. ആൻഡ് കോൾഡ് മൈ വൈഫ്. എന്റെ വൈഫിനെ വിളിച്ചു, ആൻഡ് സിസ്റ്ററിനെയും വിളിച്ചു. ആൻഡ് ടോക്ക് ടു ദം അബൌട്ട് ആൻ അവർ. അവർ രണ്ടുപേരോടും 1 മണിക്കൂറോളം അയാൾ സംസാരിച്ചു. ദ കൺക്ലൂഷൻ വാസ്, ഇതിന്റെ ഏറ്റവും ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഹി സജസ്റ്റ് ദാറ്റ് ഐ ഗോ ടു ബെലു. ഞാൻ വീണ്ടും ബെലുവിൽ പോകണമെന്നാണ് അവൻ നിർദ്ദേശിച്ചത്. വാട്ട് ഡിഡ് ബെലു ഹാവ് ഫോർ മീ? എന്താണ് ബെലുവിലുള്ളത്? ആഫ്റ്റർ ബീയിങ് ദെയർ ഓവർ 25 ടൈംസ്, 25 പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ട് ലഭിക്കാത്ത എന്താണ് ബെലുവിൽ നിന്ന് ഇനി എനിക്ക് കിട്ടുന്നത്? ബട്ട് ഐ മേഡ് അപ്പ് മൈ മൈൻഡ്. പക്ഷെ ഞാൻ എന്റെ മനസ്സിനെ ഒരുക്കിയെടുത്തു. ടു ഡു എനിത്തിങ് ദാറ്റ് മാൻ സജസ്റ്റഡ്. ആ മനുഷ്യൻ പറയുന്ന പോലെ എന്തും ചെയ്യാം. സോ ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം രാവിലെ, വി വാക്ക് ഇൻ ടു ബെലു. ഞാൻ ബെലുവിലേക്ക് പോയി. ആൻഡ് ഐ ഷോക്ക്ഡ് ദ ഡോക്ടർ ദാറ്റ് വാസ് സിറ്റിംഗ് ഇൻ ദ അഡ്മിറ്റൻസ് ഓഫീസ്. ഞാൻ ഡോക്ടറുടെ അടുത്ത് ഞാൻ ഷോക്കായി പോയി, കാരണം ആ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട് അഡ്മിഷന്റെ ഓഫീസിൽ. ഹി ഹാഡ് സീൻ മീ കം ഇൻ ഓൺ എ സ്ട്രെച്ചർ. ഹി ഹാഡ് സീൻ മീ കം ഇൻ ഓൺ ക്രച്ചസ്. ഹി ഹാഡ് സീൻ മീ കം ഇൻ വിത്ത് എ കോപ്പ് അണ്ടർ ഈച്ച് ആം. ആൻഡ് വെൻ ഹി സോ മീ വാക്ക് ഇൻ വിത്ത് 2 ലേഡീസ്, ഹി വാസ് ഷോക്ക്ഡ്. അതായത് ഈ അഡ്മിഷൻ ചെയ്യുന്ന, ഈ ബെലു ഹോസ്പിറ്റലിലെ ഓഫീസിൽ അഡ്മിഷൻ ചെയ്യുന്ന ഇവൻ 65ാമത്തെ ഏകദേശം 25 തവണയോളം ഇതിനു മുമ്പ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓരോ തവണ ചെല്ലുന്നത് പ്രത്യേക ഷേപ്പിലാണ്. ആദ്യത്തെ തവണ ഹിയാഡ് സീൻ, ആ അഡ്മിഷൻ ഓഫീസിലെ ആൾ എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ട്രെച്ചറിൽ പോകുന്നത്. പിന്നെ 2 ക്രച്ചസ്, കാലുകൾ ഒടിഞ്ഞിട്ട് 2 ക്രച്ചസ് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതും അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ പിന്നെ കണ്ടത് പോലീസുകാരൻ എന്റെ കൈകളിൽ വിലങ്ങ് വെച്ചുകൊണ്ടുവന്നാണ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അയാൾ അത്ഭുതത്തോടെ നോക്കുവാണ്. ഇപ്പോൾ ദൈവൻ 2 ലേഡീസുമായി അവിടെ നിൽക്കുന്നു. അവൻ അത്ഭുതപ്പെട്ടു. ഹി വാസ് ഷോക്ക്ഡ്. ഹി സേസ്, അവൻ പറഞ്ഞു, ഐ ഡോണ്ട് ഗെറ്റ് ദിസ്. വാട്ട് ഈസ് ദിസ്? എനിക്കൊന്നും മനസ്സിലാവുന്നത് എന്താണിത്? ഹി തോട്ട് ഐ വാസ് റിയലി നട്ട്സ്. എനിക്ക് ശരിക്കും പ്രാന്തമാണെന്ന് അവന് മനസ്സിലായി. ഐ ഗസ് ഡോക്ടർ, ഐ സേസ്, ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഐ ആം ഹാവിംഗ് എ ലിറ്റിൽ ട്രബിൾ വിത്ത് ആൽക്കഹോൾ. എനിക്ക് മദ്യവുമായിട്ട് ചില പ്രശ്നമുണ്ട്, ഇച്ചിരി പ്രശ്നമുണ്ട്. ഐ ടോൾഡ് ഹിം അബൌട്ട് ദിസ് ബാഡ് അപ്പ് ഇൻ ദ മെഡിക്കൽ സെന്റർ ദാറ്റ് സെൻഡ് മീ ഡൗൺ ഹിയർ ടു കമ്മിറ്റ് മൈസെൽഫ് ടു എ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നതാണ്, പ്രത്യേകിച്ച് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഹി സേസ്, അയാൾ എന്നോട് പറഞ്ഞു, യു റിയലി വാണ്ട് ടു ഗോ ത്രൂ വിത്ത് ദിസ്? നിനക്ക് തീർച്ചയായും ഇതിലൂടെ കടന്നു പോകണമോ? ഐ സേസ്, യെസ്, ഐ റിയലി വാണ്ട് ടു ഗോ ടു സ്ട്രൈറ്റ്. എനിക്ക് തീർച്ചയായും നേരെ നടക്കണം. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ. ഞാൻ വിചാരിക്കുന്നത് എന്നെ സഹായിക്കുന്നു. ഹി സേസ്, അവൻ പറഞ്ഞു, വെൽ, കൊള്ളാം, ഓൾ റൈറ്റ്, നല്ലത് തന്നെ. ഐ വിൽ ഡ്രോ ഔട്ട് എ വോളണ്ടറി കമ്മിറ്റ്മെന്റ്. ഞാൻ എങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എഴുതാം. യു സൈൻ ഇറ്റ് ആൻഡ് യു ആർ ഇൻ. നീ അതിനകത്ത് ഒപ്പിടണം, അമ്മ നിന്നെ ഇതിന്റെ ഉള്ളിൽ കടത്തിവിടാം. ഹി ഡിഡ്ന്റ് ടെൽ മീ വേർ ഐ വാസ് ഇൻ. അവൻ എന്നോട് പറഞ്ഞില്ല എന്താണ് സംഭവിക്കുന്നത്. 10 days later, 10 ദിവസത്തിന് ശേഷം, ഐ ഗെറ്റ് ഓൺ ദ ബസ് ആൻഡ് ദ ബെസ്റ്റ് തിങ് ഐ നോ, ഐ ആം അപ്പ് ഇൻ ദ ബൂബി ഹാച്ച്.
അപ്പൊ ഞാൻ വീണ്ടും 10 ദിവസത്തിന് ശേഷം ഒരു ബസ്സിലാണെന്ന് ഓർക്കുന്നുണ്ട്. വെൽ ഐ റിസെന്റഡ് ദാറ്റ് ബിക്കോസ് ഐ തോട്ട് ഐ വാസ് ഗോയിങ് ടു വൺ ഓഫ് ദിസ് ഡ്രൈയിങ് ഔട്ട് പ്ലേസ്. ഞാൻ ചിന്തിച്ചത് ഒരു ഡ്രൈയിങ് ഔട്ട് പ്ലേസിലേക്ക് പോകുന്നതായിട്ടാണ്. ഐ ഡിഡിൻ നോ ഐ വാസ് ഗോയിങ് അപ്പ് ദെയർ വിത്ത് എ ലോട്ട് ഓഫ് നട്ട്സ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഏതെങ്കിലും ഭ്രാന്തന്മാരുമായിട്ട് ഞാൻ അവിടെ പോയി കിടക്കുമെന്ന്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അനദർ ബസ് കെയിം അപ്പ് ഫ്രം ബെല്യൂ. മറ്റൊരു ബസ് ബെല്യൂവിലേക്ക് വന്നു. ആൻഡ് ഓൺ ദിസ് ബസ് there happened to be two boys that had made several trips to Bellew. അവിടെ അതിനകത്ത് രണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവര് ധാരാളം ട്രിപ്പുകൾ ബെലൂവിലേക്ക് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദോസ് ബോയ്സ് ഹാഡ് ബീൻ ഇൻ ഹിയർ ആൻഡ് ന്യൂ ദ റോപ്സ്. അതിനകത്ത് ഒരു ആൺകുട്ടിക്ക് ഇവിടെയുള്ള ആളുകളെ അറിയായിരുന്നു. അവൻ പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് ദിസ് പ്ലേസ്. ഇതിനെപ്പറ്റി പേടിക്കണ്ട. ദിസ് ain't the worst place in the world. ഇതൊരു ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല. വെൽ ഹി വാസ് റൈറ്റ്. അവൻ പറഞ്ഞ ശരിയാണ്. ബിക്കോസ് 10 days later the three of us were drunk right up there in the Ubi Beach. ഐ ലെഫ്റ്റ് ത്രീ ചിൽഡ്രൻ ആൻഡ് എ വൈഫ് ഓൺ ദ ഔട്ട്സൈഡ്. എന്റെ ഭാര്യയും 3 ആൺകുട്ടികളെ ഞാൻ പുറത്ത് ഉപേക്ഷിച്ചു. അബ്സല്യൂട്ട്ലി പെന്നിലെസ്, ഒരു പൈസ പോലും ഇല്ലാതെ. വൺ ഓഫ് ദ ചിൽഡ്രൻ, ഒരു കുട്ടി, എ ബോയ് 10 year old, അവന് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ബ്രോട്ട് മീ എ ലെറ്റർ ടു ട്രൈ ആൻഡ് എൻകറേജ് മീ. അവൻ എനിക്ക് വേണ്ടി ഒരു കത്ത് എഴുതി. എന്നെ അവൻ എൻകറേജ് ചെയ്തു, ആഹ് ഉത്സാഹപ്പെടുത്തി. ഹി തോട്ട് ഐ വാസ് അപ്പ് ദർ ഗെറ്റിംഗ് ഷോട്ട്സ് ഇൻ ദ ആം ആൻഡ് ഡിഫറെന്റ് മെഡിസിൻസ് ആൻഡ് ദാറ്റ് വെൻ ഐ കെയിം ഔട്ട് ഐ വുഡ് നെവർ ടേക്ക് അനദർ ഡ്രിങ്ക്. അവൻ വിചാരിച്ചു ഞാൻ അവിടെ പോകുന്നത് ഏതോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പിന്നീട് ഒരിക്കലും കുടിക്കില്ല എന്നാണ് അവൻ വിശ്വസിച്ചത്. വെൽ ഹി റോട്ട് മീ എ ലെറ്റർ. അവൻ ആ ഒരു കത്തില് എന്റെ 10 വയസ്സുള്ള മകൻ ഇങ്ങനെ എഴുതി. ആൻഡ് ഹി സൈസ്, അവൻ പറഞ്ഞു, ഡോണ്ട് വറി, പേടിക്കണ്ട. ഡോണ്ട് വറി ഡാഡ്, പേടിക്കണ്ട ഡാഡി. ഡു എനിത്തിങ് ദ ഡോക്ടർ ടെൽസ് യു. ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. നോ മാറ്റർ ഹൗ ലോങ് ദേ കീപ് യു ദർ. എത്ര കാലം അവർ നിന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചോട്ടെ. ഐ ഹോപ്പ് യു കം ഔട്ട് എ ഡാഡ് ലൈക്ക് മൈ ഫ്രണ്ട്സ് ഹാവ്. നീ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ കൂട്ടുകാർക്കുള്ള ഡാഡിയെ പോലെ ആകും നീ എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഹി കുഡ് ബ്രിങ് ബോയ്സ്, ഹിസ് ഫ്രണ്ട്സ്, അപ് ടു ദി ഹൗസ്. അവൻ ആൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. Now, and he couldn't do what while I was drinking because I didn't want anybody around me. പക്ഷെ കുടിക്കുമ്പോൾ അവൻ ആരെയും കൂട്ടുകാരെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. കാരണം എനിക്ക് ആരെയും എൻ്റെ ചുറ്റുമുള്ളത് ഇഷ്ടമായിരുന്നില്ല. ഐ വാസ് വൺ ഓഫ് ദോസ് നാസ്റ്റി ഡ്രഗ്സ്. ഞാൻ അതുപോലെ കുഴപ്പം പിടിച്ച കുടിയനായിരുന്നു. ഹി വെന്റ് ഓൺ ദിസ് ലെറ്റർ. അതിനുശേഷം അവൻ ആ കത്തിലെഴുതി, ഡോണ്ട് വറി അബൌട്ട് ദ ഹൗസ് ബിക്കോസ് ഐ വെന്റ് ഇൻ ടു ബിസിനസ്. അവൻ ആ കത്തിൽ എഴുതുകയാണ്. അതായത് ഈ ഷൂ പോളിഷിങ്ങിന് പോകണമെന്നുണ്ട്. അവൻ പറയാണ്, നീ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ്സിന് പോകുന്നുണ്ട്. ഹിസ് ബിസിനസ് വാസ് ദാറ്റ് ഹി മേഡ് ഹിംസെൽഫ് എ ഷൂ ഷൈൻ ബോക്സ്. അവന് ഒരു ഷൂ ഷൈൻ ബോക്സ് മേടിച്ചിട്ട്, അതായത് ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ബോക്സ് മേടിച്ചിട്ട് അവിടെ നിന്നാണ് അവൻ ആ ബിസിനസ് തുടങ്ങിയത്. അവന്റെ വെന്റ് ഔട്ട് ആൻഡ് ഷൈൻ ഷൂസ്. അവൻ പുറത്തിറങ്ങി ഷൂകൾ പോളിഷ് ചെയ്യാൻ തുടങ്ങി. വൈൽ ഐ ആം അപ്പ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഡ്രിങ്കിങ്. ഞാൻ കുടി മൂലം ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്റെ 10 വയസ്സുള്ള മകൻ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺ വൺ ഓഫ് ഹെർ വിസിറ്റ്സ് മൈ വൈഫ് ലെഫ്റ്റ് മീ എ ഡോളർ. ഒരു ദിവസം എന്റെ ഭാര്യ എന്നെ കാണാൻ വന്നു. അവൾ $1 എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഐ തോട്ട് ഇറ്റ് വാസ് $5. ഞാൻ വിചാരിച്ചത് $5 സ്റ്റക്ക് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്. ഞാൻ അതെന്റെ പോക്കറ്റിൽ കുത്തി നിറച്ചു. ആൻഡ് വെൻ ഷി ലെഫ്റ്റ് ഐ ടുക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സോ ഇറ്റ് വാസ് $1. ആൻഡ് ഐ സേസ്, $1 ആണ്, $5 ആണെന്ന് വിചാരിച്ച് പോക്കറ്റിൽ തിരിക്കുക ഡോളർ. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ $1 ഉള്ളൂ. വായ് ദാറ്റ് ചീപ്പ് സോ ആൻഡ് സോ. ഇങ്ങനെ ഒരു ചീപ്പ് എന്താണ് ചെയ്തത്? വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഹിയർ വിത്ത് $1 ഫോർ ദ നെക്സ്റ്റ് 2 weeks? $1 വെച്ചുകൊണ്ട് അടുത്ത 2 ആഴ്ച ഞാൻ എന്ത് ചെയ്യും? 2 days later, one of the head doctors called me into the office and says, അവിടുത്തെ ഒരു ഡോക്ടറുടെ ഡോക്ടർമാരുടെ തലവൻ ഒരുവൻ എന്നെ അവന്റെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഡു യു നോ യുവർ വൈഫ് ഹാഡ് ടു ബോറോ മണി ടു ഗെറ്റ് ബാക്ക് ടു ന്യൂയോർക്ക്. നിനക്കറിയോ, നിന്റെ ഭാര്യ പണം കടം മേടിച്ചുകൊണ്ടാണ് ന്യൂയോർക്കിലേക്ക് തിരികെ പോയത്. ദാറ്റ് ഷി ലെഫ്റ്റ് യു ഹർ ലാസ്റ്റ് ഡോളർ ഇൻ ദ വേൾഡ്. അവൾ നിനക്ക് വേണ്ടി തന്നത് അവളുടെ കയ്യിലുള്ള അവസാനത്തെ, ഈ ലോകത്തില് അവളുടെ കയ്യിലുള്ള അവസാനത്തെ പണമാണ്. He pointed out that my children didn't have the price of a glass of milk the next morning. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിന്റെ മക്കൾക്ക് നാളെ രാവിലെ പാലില്ല.
That made me feel pretty cheap. ഞാൻ വളരെ ദരിദ്രനായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ വളരെ മോശക്കാരനായിട്ട് തോന്നി. ഐ സേസ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഐ ആം ദ ചീപ്പ് സോ ആൻഡ് സോ. ഞാൻ വളരെ ചീപ്പാണ്. ഐ ടോൾഡ് ദിസ് ഡോക്ടർ, ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഡു സംതിങ് അബൌട്ട് ദിസ്, ഞാൻ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യും. ഹി സേസ്, വൈ ഡോണ്ട് യു സൈൻ യുവർ സെൽഫ് ഔട്ട്, യു ആർ ഏബിൾ ടു ഡു ദാറ്റ്. നീ എന്തുകൊണ്ട് ഒപ്പിട്ടുകൂടാ, നീ ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. ആൻഡ് ഗോ ഔട്ട് ആൻഡ് ഗെറ്റ് യുവർ സെൽഫ് എ ജോബ്, പുറത്തേക്ക് ഇറങ്ങി പോകൂ, നമ്മുടെ ഒരു ജോലി കണ്ടുപിടിക്കുക. ആൻഡ് കട്ട് ഓൾ ദിസ് മങ്കി ബിസിനസ്, അത് ഈ തരത്തിലുള്ള കുരങ്ങന്മാർ ചെയ്യുന്ന ഈ പറയുന്ന കച്ചവടം നീ നിർത്തൂ. ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, നിന്റെ കുടുംബത്തെ നീ നോക്കൂ. യു ഗോട്ട് എ ഫൈൻ ലിറ്റിൽ ഫാമിലി ദയർ, നിനക്ക് നല്ലൊരു ഫാമിലി അല്ലേ, കുടുംബമല്ലേ അവിടെ ഉള്ളത്. ഗോ ഔട്ട് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം, നീ പുറത്തേക്ക് ഇറങ്ങി അവരെ ഒന്ന് ശ്രദ്ധിക്കൂ. ആൻഡ് ഐ സോ ടു ഗോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് മാൻ, ഞാൻ അലറി ദൈവത്തോട് പറഞ്ഞു ആ മനുഷ്യന് മുകളിൽ, ദാറ്റ് ഡേ ദാറ്റ് ഐ വുഡ് ഡു ദാറ്റ്, ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്തിരിക്കും. ഐ സോർ, ഞാൻ വീണ്ടും ഒച്ചെടുത്തു, ഐ വിൽ നെവർ ടേക്ക് അനദർ ഡ്രിങ്ക് ആസ് ലോങ് ആസ് ഐ ലൈവ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി ഒരു കുടി എടുക്കുകയില്ല. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഐ മീൻ ഇറ്റ്, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ അർത്ഥമാക്കിയിട്ട് തന്നെ പറഞ്ഞാണ്. ഐ ഡിഡ് സൈൻ മൈസെൽഫ് ഔട്ട്, ഞാൻ എന്നോട് തന്നെ ഒപ്പിട്ടു. ആൻഡ് ഐ ഡിഡ് ഗെറ്റ് എ ജോബ്, ഞാൻ ഒരു ജോലി എടുക്കാൻ തുടങ്ങി. ആൻഡ് ഫോർ 2 weeks ഐ ഡിഡ് നോട്ട് ടേക്ക് എ ഡ്രിങ്ക്, 2 ആഴ്ച ഞാൻ കുടിയൊന്നും എടുത്തില്ല. 2 weeks ഇസ് എ പ്രിറ്റി ലോങ് പീരീഡ് വിത്ത് മീ, 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘകാലമാണ്. ഐ ഹാപ്പൻ ടു ഗെറ്റ് പെയ്ഡ് ദാറ്റ് ഫസ്റ്റ് 2 weeks പേ വിത്ത് എ ചെക്ക്, എനിക്ക് ആ 2 ആഴ്ചത്തെ പേയ്മെന്റ് കിട്ടി, അതൊരു ചെക്ക് രൂപത്തിലാണ് കിട്ടിയത്. ഐ ഡിഡിൻ നോ വെയർ ടു ഗോ ആൻഡ് ക്യാഷ് ദ ചെക്ക്, എനിക്കറിയില്ല എവിടെ പോയിട്ടാണ് ഈ ചെക്ക് മാറി ക്യാഷ് ആക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ പണം എടുക്കേണ്ടത്. അക്സെപ്റ്റ് ഇൻ എ സെലൂൺ, ബാറിൽ മാത്രമേ ഇതിനു മുമ്പ് ഞാൻ ചെക്ക് കൊടുത്തിട്ടുള്ളൂ. നോബഡി നോ മീ, എനിക്ക് ആരെയും അറിയില്ല. നോബഡി വുഡ് ട്രസ്റ്റ് മീ, ആർക്കും എന്നെ വിശ്വാസവും ഇല്ല. ഓൺലി ദിസ് ബാർ അറ്റൻഡേഴ്സ്, ബാറിലെ അറ്റൻഡർമാർ മാത്രമേ എന്നെ, ബാറിലെ തൊഴിലാളികൾ മാത്രമേ എന്നെ വിശ്വസിച്ചിരുന്നുള്ളൂ. ബട്ട് ഐ ന്യൂ ഐ കുഡിന്റ് ഗെറ്റ് അവേ വിത്ത് ഗോയിങ് ഇൻ ദർ ആൻഡ് ബൈയിങ് വൺ ഡ്രിങ്ക്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ നീ അവിടെ പോകുന്നില്ല, ഈ ചെക്ക് കൊടുത്തുകൊണ്ട് ഇനി ഒരു കുടി ഞാൻ എടുക്കുന്നില്ല. ഐ സേസ് ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സോ ഹെൽപ്പ് മീ ഗോഡ്, ദൈവമേ എന്നെ സഹായിക്കൂ. ഐ വോണ്ട് ഹാവ് എനി മോർ ദാൻ 3 drinks, എനിക്ക് 3 ഡ്രിങ്ക് കൂടുതലൊന്നും വേണ്ട. ഐ വിൽ ക്യാഷ് ദിസ് ചെക്ക് ആൻഡ് ഐ വിൽ ബ്രിങ് ദിസ് മണി ഹോം, ഈ 3 കുടി കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പൈസ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഐ ഹാഡ് മൈ 3 drinks, ഞാൻ പെട്ടെന്ന് തന്നെ 3 കുടി കുടിച്ചു. ക്യാഷ് ഇട്ടത് ചെക്ക്, ഞാൻ ചെക്ക് ക്യാഷ് ചെയ്തു. പിക്ക്ഡ് അപ്പ് ദ ചേഞ്ച്, ഞാൻ എല്ലാ ചില്ലറകളും മേടിച്ചു. ആൻഡ് ദെൻ ദ ബാർ അറ്റൻഡർ സേസ്, പിന്നീട് എന്നോട് ബാർ അറ്റൻഡർ പറഞ്ഞു, വിൽ യു ഹാവ് വൺ ഓൺ ദ ഹൗസ്. സോ ഐ ഡിഡ്, നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരെണ്ണം വേണോ, ബാർ അറ്റൻഡർ ചോദിച്ചു. ഞാൻ അത് ചെയ്തു. വെൽ, ആഫ്റ്റർ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു വാട്ട് ഹാപ്പൻ, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന്. ഐ നെവർ ഗോട്ട് ഹോം, ഞാൻ വീടെത്തിയില്ല വിത്ത് എ നിക്കിൾ ഓഫ് ദാറ്റ് മണി. അതാ, ആ പൈസയുടെ ഒരു ഒരു ചെറിയ ചില്ലറ പൈസ പോലും വീട്ടിലെത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഐ ലോസ്റ്റ് മൈ ജോബ്, എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. ബട്ട് ഇറ്റ് വാസ് ഈസി അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഐ ഗോട്ട് അനദർ ജോബ്. ഇത് വളരെ എളുപ്പമായിരുന്നു, ഒരു ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വളരെ എളുപ്പമായിരുന്നു. ദെൻ അനദർ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്. ആൻഡ് ദെൻ ഇറ്റ് വാസ് വൺ ജോബ് ആഫ്റ്റർ അനദർ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അടുത്ത ജോലി കിട്ടിക്കൊണ്ടിങ്ങനെ ഇരുന്നു. അൻറ്റിൽ ഐ കുഡിന്റ് ബെഗ്, ബോറോ ഓർ സ്റ്റീൽ എനിമോർ, അതായത് ഞാന് യാചിക്കുകയും കടം മേടിക്കുകയും കട്ടെടുക്കുകയും ചെയ്യുന്നത് വരെ എനിക്ക് ജോലി കിട്ടിക്കൊണ്ടേയിരുന്നു. ദെൻ ഐ തിങ്ക്, പിന്നെ ഞാൻ ചിന്തിച്ചു, ഐ വെന്റ് ആസ് ലോ ആസ് എ മാൻ വിൽ എവർ ഗോ, ഞാൻ ഒരു മനുഷ്യന് താഴാവുന്ന രീതിയിൽ ഏറ്റവും താഴത്തേലൂടെയാണ് പോകുന്നത്. വെൻ ഐ കുഡിന്റ് ഗെറ്റ് എ ജോബ് എനിമോർ, എനിക്കിനി ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ആൻഡ് ദാറ്റ് കിഡ് വാസ് സ്റ്റിൽ ഔട്ട് ഷൈനിങ് ഷൂസ്, ഇപ്പോഴും എൻ്റെ ആൺകുട്ടി, 10 വയസ്സുള്ള എൻ്റെ ആൺകുട്ടി ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ യൂസ്ഡ് ടു ഗോ അറൌണ്ട് ടു വെയർ ഹി വാസ് ഷൈനിങ് ഷൂസ്, ഞാൻ അവൻ എവിടെയാണോ ഷൂ പോളിഷ് ചെയ്യുന്നത് അവിടേക്ക് പോകാൻ തയ്യാറായി. ആൻഡ് ടെൽ ദാറ്റ് കിഡ് ദാറ്റ് ഹിസ് മദർ ഹാഡ് സെൻഡ് മീ ഓവർ ടു ഗെറ്റ് ദ മണി ദാറ്റ് ഹി ഹാഡ് മെയ്ഡ്. നീ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടുവരാനായിട്ട് അമ്മ എന്നോട് ആവശ്യപ്പെട്ടു, അതിനാണ് ഞാൻ വന്നതെന്ന് അവനോട് പറഞ്ഞു. ദാറ്റ് ഹിഡ് ന്യൂ ഓൾ ദാറ്റ് ടൈം ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബ്രിങ് ദാറ്റ് മണി ഹോം. ആ കുട്ടിക്ക് അറിയാമായിരുന്നു അവൻ ഒരിക്കലും ഈ പണം ഞാൻ വീട്ടിൽ എത്തിക്കില്ലെന്ന്. ബട്ട് ഹി നെവർ റിഫ്യൂസ്ഡ് മീ, പക്ഷെ അവൻ ഒരിക്കലും എന്നെ എതിർത്ത് നിന്നില്ല. ഹി ഓൾവേസ് ഗീവ് മീ ഓൾ ദ ചേഞ്ച് ഹി ഹാഡ്, അവന്റെ കയ്യിലുള്ള എല്ലാ ചില്ലറ പൈസകളും അവൻ എനിക്ക് തന്നു. ഐ വെന്റ് ഔട്ട് ആൻഡ് ഡ്രങ്ക് ഇറ്റ്, ഞാൻ പുറത്തേക്ക് പോയി വീണ്ടും കുടിച്ചുകൊണ്ടേയിരുന്നു. ദ ഡേ കെയിം, ആ ദിവസം വന്നു. വെൻ ഐ ഫൈനലി വൗണ്ട് അപ്പ് ഇൻ ബെലീവ് അഗെയിൻ, ഞാൻ വീണ്ടും ബെലീവ് ആശുപത്രിയിൽ
എത്തിപ്പെട്ടു. ഐ വാസ് ഇൻ ദ ആൽക്കോളിക് വാർഡ്. ഞാൻ വീണ്ടും മദ്യാസക്തരുടെ വാർഡിൽ അഡ്മിറ്റായി. ആൻഡ് ഐ വാസ് pretty sick going in there. ഞാൻ വളരെ അസുഖത്തോടു കൂടിയാണ് അവിടെ പോയത്. വൺ ഓഫ് ദ ഡോക്ടർ ഓർഡേഡ് എ ബിഗ് ഡോസ് ഓഫ് പാർലഡെഹൈഡ് ഫോർ മീ ടു നോക്ക് മീ ഔട്ട്. എനിക്ക് അബോധാവസ്ഥയിൽ വരാനായിട്ട് എനിക്ക് ഒരു ഡോസ് പാർലഡെഹൈഡ് എന്ന് പറഞ്ഞു, അത് ചില അബോധാവസ്ഥയിൽ എത്തിക്കാനുള്ള മരുന്ന് വന്നു. ആൻ അവർ ആൻഡ് എ ഹാഫ് ലേറ്റർ, 1.5 മണിക്കൂറിന് ശേഷം 3 men were trying to wake me up. 3 മനുഷ്യർ എന്നെ വന്ന് എണീപ്പിച്ചു. വൺ ഓഫ് ദം വാസ് ദ നൈറ്റ് അറ്റൻഡർ ഓഫ് ദ ഹോസ്പിറ്റൽ. അത് ഒരാൾ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ അറ്റൻഡർ ആയിരുന്നു. വൺ വാസ് എ പോലീസ്മാൻ ഇൻ യൂണിഫോം. ഒരാൾ ഒരു പോലീസ്മാൻ ആയിരുന്നു. വൺ വാസ് എ പ്ലെയിൻ ക്ലോത്ത് മാൻ, വളരെ സാധാരണ വേഷധാരിയായ ഒരു മനുഷ്യനും. ദ ലോ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ മീ. നിയമം എന്റെ നേരെ നോക്കി. ഫോർ 4 or 5 days, 4-5 ദിവസം. ബട്ട് ദേ ഫൈനലി കോട്ട് അപ്പ് വിത്ത് മീ ഇൻ എ ബിലീവ്. വീണ്ടും എന്നെ ബിലീവിൽ അഡ്മിറ്റ് ആക്കി. ഇറ്റ് വാസ് ഫോർ സംതിങ് ഐ ഹാഡ് ഡൺ ഇൻ ദ ബ്ലാക്ക് ഔട്ട്സ്. എന്തോ ഞാൻ ഒരു കാര്യം ബ്ലാക്ക് ഔട്ട്സിൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എനിക്കിപ്പോഴും അതിനെപ്പറ്റി ഒന്നും കൃത്യമായി അറിയില്ല. ദേ ടുക്ക് മീ ഔട്ട് ഓഫ് ദ ആൽക്കോളിക് വാർഡ്. വീണ്ടും എന്നെ ആൽക്കോളിക് വാർഡിലാക്കി. ആൻഡ് ടുക്ക് മീ ടു ദി ബെലൂവ് പ്രിസൺ വാർഡ്. വീണ്ടും ബെലൂവിലുള്ള ജയിൽ വാർഡിലേക്ക് എന്നെ മാറ്റി. വേർ ഐ സ്പെൻഡ് ക്വൈറ്റ് എ ഫ്യൂ മന്ത്സ്. അവിടെ ഞാനൊരു കുറെ മാസങ്ങൾ കഴിഞ്ഞുകൂടി. ഐ വാസ് അപ്പ് അഗെയിൻസ്റ്റ് എ വെരി സീരിയസ് ചാർജ്. വളരെ ഗൗരവമായ ഒരു ചാർജാണ് അവരെനിക്ക് നൽകിയത്. ഐ വാസ് സപ്പോസ് ടു ഗോ ടു സിംഗ് ഫോർ ബിറ്റ്വീൻ 7.5 and 15 years ഫോർ ഇറ്റ്. പലപ്പോഴും ഈ സപ്പോസ് ടു ഗോ ടു സിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ ജയിലിന്റെ പേരാണ്. ബിറ്റ്വീൻ 7.5 and 15, ഒന്നില്ലെങ്കിൽ 7.5 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷമെങ്കിലും ശിക്ഷ കിട്ടേണ്ടത് ശിക്ഷ കിട്ടേണ്ടത് ക്രിമിനൽ കുറ്റമാണ് ഞാൻ ചെയ്തത്. ബട്ട് സം ഹൗ ഓർ അതർ, എങ്ങനെയോ എന്തുകൊണ്ടോ, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ, എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിയില്ല. മേ ബി ഇറ്റ് വാസ് ത്രൂ ദ പ്രയർ ഓഫ് മൈ വൈഫ്. ചിലപ്പോൾ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. ഓർ മേ ബി ഹെൽപ്പ് മൈ ഫാമിലി, ചിലപ്പോൾ എൻ്റെ കുടുംബം സഹായിച്ചുകൊണ്ടാക്കാം. ഓർ സം ഹൗ ഓർ അതർ, എങ്ങനെയാണോ എന്തോ. വെൻ ഐ വാസ് ബ്രോട്ട് അപ്പ് ഓൺ ട്രയൽ, ഞാൻ ഈ ട്രയലിന് ചെന്നപ്പോൾ ഐ വാസ് സെന്റൻസ്ഡ് ടു ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ അഗൈൻ ഇൻസ്റ്റെഡ് ഓഫ് സിംഗ് എന്ന് പറയുന്ന ജയിലിലല്ലാണ്ട് എന്നെ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ അവർ അഡ്മിറ്റ് ആക്കി. ദിസ് വാസ് ഇൻ ലേറ്റ് 1938. ഇത് 1938 അവസാനമാണ്. വെൻ ഐ ഗോട്ട് ബാക്ക് അപ്പ് ദർ, വീണ്ടും ഞാൻ അവിടെ എത്തിച്ചേർന്നു. ദിസ് ടൈം ഐ വാസ് ഓൺ മൈ ഓൺ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഐ വാസ് ദർ വിത്ത് ദ സെന്റൻസ് ഓഫ് 3 ജഡ്ജസ്. 3 ജഡ്ജുകൾ എന്നെ സെന്റൻസ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഏർലി ഇൻ 1939, 1939 തുടക്കകാലത്ത്. വെൻ ദ AA ബുക്ക് വാസ് ഫ്രഷ് ഓഫ് ദ പ്രസ്. AA ബുക്ക് പ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് ഇറങ്ങിയ ഉടനെ ഐ വാസ് കോൾഡ് ഇൻ ടു ദ ഡോക്ടേഴ്സ് ഓഫീസ്. ഞാൻ ഡോക്ടറുടെ ഓഫീസിലേക്ക് വിളിക്കപ്പെട്ടു. ദ ചീഫ് ഡോക്ടർ ഓഫ് ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. ആ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിരുന്നു അദ്ദേഹം. വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് AA ഒരു സ്ഥാപകൻ വാസ് ദെയർ വിത്ത് 5 other men ഫ്രം AA. പിന്നീട് ഒരു 5 ഏക്കാരും കൂടി അവിടെ കാണാൻ വന്നിട്ടുണ്ട്. ട്രൈങ് ടു ഗെറ്റ് AA ഇൻ ടു ദി ഹോസ്പിറ്റൽ. അവരാണെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുള്ള പരിപാടിക്ക് വന്നതാണ്. ദ വേ AA വാസ് പട്ട് ടു മീ, ദിസ് ഡോക്ടർ സേസ് ടു മീ. അങ്ങനെയാണ് AA എന്നിലേക്ക് വന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ദ മെഡിക്കൽ പ്രൊഫഷൻ ഹാസ് നത്തിങ് ഫോർ യു. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ദ ക്ലർജി ഹാസ് നത്തിങ് ഫോർ യു. പുരോഹിതന്മാർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദർ ഇസ് നോബഡി ഇൻ ഗോഡ്സ് വേൾഡ് ക്യാൻ ഹെൽപ്പ് യു. ദൈവത്തിന്റെ ലോകത്ത് ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. യു ആർ എ ക്രോണിക് ആൽക്കഹോളിക്. നീ ഒരു ക്രോണിക് ആൽക്കഹോളിക് പീരീഡ്. ദെൻ ഹി സേസ്, പിന്നീട് ആ ഡോക്ടർ പറഞ്ഞു, മേ ബി ദിസ് മെൻ, ഒരു പക്ഷേ ഈ മനുഷ്യർക്ക്, ആൻഡ് ദിസ് ബുക്ക്, ചിലപ്പോൾ ഈ ബുക്കിന് ക്യാൻ ഹെൽപ്പ് യു, നിന്നെ സഹായിക്കാൻ സാധിക്കും. ഐ റീഡ് ദ ബുക്ക്. ഞാൻ ആ ബുക്ക് വായിച്ചു. ഇൻ ദ മീൻ ടൈം, അതേ സമയം തന്നെ ദേ ഹാഡ് മീറ്റിംഗ് ഇൻ സൗത്ത് ഓറഞ്ച്, ന്യൂ ജേഴ്സി. ന്യൂജേഴ്സിയിലെ സൗത്ത് ഓറഞ്ചിൽ മീറ്റിംഗ് ഉണ്ട്. ഞാൻ അവിടെ പോയി. ദർ യൂസ്ഡ് ടു ബി എ ഗ്രൂപ്പ് ഫ്രം സൗത്ത് ഓറഞ്ച്. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സൗത്ത് ഓറഞ്ച്. ദാറ്റ് വുഡ് കം അപ്പ് ടു ദി ഹോസ്പിറ്റൽ. ആ ഗ്രൂപ്പുകാരാണെങ്കിൽ ആശുപത്രിയിൽ വരുമായിരുന്നു. ആൻഡ് ടേക്ക് സം ഓഫ് ദ ബോയ്സ് ഡൗൺ ടു എ മീറ്റിംഗ്. അവര് ഈ ബോയ്സിനെ, ഇവിടെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകളെ മീറ്റിങ്ങിന് കൊണ്ടുപോയിരുന്നു. ആൻഡ് ബ്രിങ് ദം ബാക്ക്. അങ്ങനെ മീറ്റിങ്ങിന് തിരിച്ചു കൊണ്ടുവന്നാക്കുകയും ചെയ്യുമായിരുന്നു. കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യുന്നത്. ഐ ഗോട്ട് വൺ ഓഫ് ദ ബോയ്സ് ദാറ്റ് വാസ് ദെയർ ആൻഡ് ഐ സേസ്, വാട്ട് ആർ ദിസ് മീറ്റിംഗ്സ് ഓൾ അബൌട്ട്. ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരു ആൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് ഈ മീറ്റിംഗ്?
He says, അവൻ പറഞ്ഞു, it's a bunch of people. ഇതൊരു കൂട്ടം ആളുകളാണ് that get up there and swap stories. അവർ എണീറ്റ് നിന്ന് അവരുടെ കഥകൾ പറയും. They talk to each other. അവർ പരസ്പരം സംസാരിക്കും. And you talk to them. നിനക്കും അവനോട് സംസാരിക്കാം. They are all a bunch of ex-drunks. അവിടെ ഒരു മുൻകാല കുടിയന്മാരുടെ ഒരു കൂട്ടമാണ്. And they are all happy looking. അവർ വളരെ സന്തോഷവതിയായവരായിട്ട് നിങ്ങൾ കാണും. They all have a lot of fun. അവർക്ക് വളരെ തമാശകളുണ്ട്. They are all dressed up. അവർ നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ട്. They have a collar and a tie. അവർക്ക് നല്ല ടൈ ഒക്കെ ഇട്ട് നല്ല കോളറൊക്കെ ഇട്ട് വന്നിട്ടിരിക്കുന്ന ആളുകളാണ്. Some are working. ചിലർ ജോലി ചെയ്യുന്നുണ്ട്. Some are not. ചിലർക്ക് ജോലി ഇല്ല. But they are all happy. പക്ഷെ എന്തുകൊണ്ടോ അവരെല്ലാവരും സന്തോഷവാനാണ്. He says, അവൻ പറഞ്ഞു, why don't you ask the doctor? നിനക്ക് എന്തുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു കൂടാ? To let you come down there sometimes. നിനക്ക് അവിടെ ചില സമയത്ത് കടന്നു വരാൻ പാടില്ലേ? You ought to see the spread these people put out after the meeting. Chicken sandwiches. അതിനുശേഷം അവര് ഈ മീറ്റിങ്ങിന് ശേഷം ചിക്കൻ സാൻഡ്വിച്ചസ് കൊടുക്കും. ആൻഡ് he laid out a beautiful picture for me. അവൻ എനിക്ക് ഒരു നല്ല ചിത്രമാണ് മീറ്റിങ്ങിനെ പറ്റി നൽകിയത്. ഹോം മെയ്ഡ് കേക്ക്സ്, വീട്ടിലുണ്ടാക്കുന്ന കേക്കും കിട്ടുമെന്ന്. സംതിങ് യു വെയർ ഇൻ ഗെറ്റിംഗ് അറ്റ് ദ ഹോസ്പിറ്റൽ. നിനക്ക് ഈ ആശുപത്രി കിടന്നാൽ അതൊന്നും കിട്ടുകയില്ല. ഐ സൈസ് ദാറ്റ് ലുക്സ് പ്രിറ്റി ഗുഡ്. അപ്പോ ആശുപത്രി കിടന്ന് അതൊന്നും കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അത് നല്ല കാര്യമാണല്ലോ. ഐ നെവർ ബീൻ ടു എ മീറ്റിംഗ് ബിഫോർ ഇൻ ഓൾ മൈ ലൈഫ്. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലും പങ്കെടുത്തില്ല. വേർ ദെയർ വാസ് എ ബെഞ്ച് ഓഫ് ആൽക്കഹോൾസ് വെർ നോബഡി ഡിഡ്ന്റ് ഹാവ് എ ബോട്ടിൽ. അതായത് ഒരു കൂട്ടം മദ്യാസക്തര് കുപ്പിയില്ലാതെ അവിടെ വന്നിരിക്കുന്നു. സോ ഐ ആസ്ക്ഡ് ദ ഡോക്ടർ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ആൻഡ് ഹി ലെറ്റ് മീ ഗോ ഡൗൺ ടു ദി മീറ്റിംഗ്. അവൻ എന്നെ മീറ്റിംഗിന് പോകാൻ അനുവദിച്ചു. ഐ ഫിഗേർഡ്, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, വെൽ ഐ വിൽ ഗോ ഡൗൺ ദെയർ. ഞാൻ അവിടെ പോകും. ഐ വിൽ ഗെറ്റ് എ കപ്പിൾ ഡ്രിങ്ക്സ് ആൻഡ് ഐ വിൽ ബീറ്റ് ഇറ്റ് ആൻഡ് എ ഫ്യൂ ടു എ ആൻഡ് എവറിഥിങ് എൽസ്. എനിക്ക് കുറച്ച് കുടി കിട്ടും, ഞാൻ അത് കുടിക്കും, അങ്ങനെ ഞാൻ എയിൽ ചേരും. അങ്ങനെയാണ് അവൻ വിചാരിച്ചത്. ഐ വെന്റ് ഡൗൺ. ഞാൻ അവിടെ പോയി. ദിസ് ഫസ്റ്റ് ടൈം, എന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ആൻഡ് ഐ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദിസ് ഹാപ്പി ലുക്കിംഗ് ബെഞ്ച് ഓഫ് പീപ്പിൾ. വളരെ സന്തോഷകരമായിരുന്ന ആ കൂട്ടം ആളുകളോട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ദേ പുട്ട് മീ ഇൻ മൈ ക്ലാസ് വിത്ത് റിയൽ ടു ഫിസ്റ്റഡ് ഡ്രിങ്കേഴ്സ്. They put me in my class with a real two-fisted drinkers. They sat me in a corner talking to these guys. I couldn't get away from them. അതായത് അവരെന്നെ ആ ക്ലാസ്സിൽ ഇരുത്തി എനിക്ക് കുടിക്കാനായി തന്നു. അവർ രണ്ടുപേരും എന്നെ ആ കോർണറിൽ, ആ മൂലയിൽ കൊണ്ടുവരുത്തി എന്നോട് സംസാരിച്ചു. എനിക്ക് അവരോട് നിന്ന് എണീറ്റ് പോകാൻ പറ്റില്ല. ഇൻ ദ മീൻ ടൈം, ആ സമയത്ത് ഐ ആം ലുക്കിംഗ് ഫോർ ലൈവ് വയേഴ്സ്. ഞാൻ വയറുകൾ അന്വേഷിക്കുന്നു. എനിബഡി ഗോയിങ് ഡൗൺ ടുവാർഡ്സ് ദ വാട്ടർ സെക്ഷൻ. ആരെങ്കിലും കുടിക്കാൻ പോകുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഐ ലുക്ക് ഹിം ഓവർ. ഞാൻ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു. വെൽ, ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ there is 4 rough looking guys over there. 4 വളരെ റഫ് ലുക്കിംഗ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടു. ആൻഡ് ഓൾ ദ വൺസ് ദേ ഡിസൈഡ് ടു ഗോ ഡൗൺ ടു ദി വാട്ടർ സെക്ഷൻ. അവരെല്ലാവരും കൂടി വാട്ടർ സെക്ഷനിലേക്ക് പോകണം. റൈറ്റ് അവേ സൈസ് ഊപ്സ് വെൽ എക്സ്ക്യൂസ് മീ, ഗോട്ട് ഗോ. അവർ പറഞ്ഞു, എനിക്ക് പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആൻഡ് ഐ വാക്ക്ഡ് ഇൻ ദെയർ ഫിഗറിംഗ് ആസ് സൂൺ ആസ് ദിസ് ഗേസ് ഗെറ്റ് ഇൻ ദെയർ. വൺ ഓഫ് ദ 4 ഈസ് ഗോയിങ് ടു പുൾ ഔട്ട് എ ബോട്ടിൽ, ബട്ട് ഐ വാസ് stunned. I was surprised. No bottle. I said, what is the matter with these guys? അതായത് അപ്പൊ അവരുടെ കൂടെ പോയെങ്കിലും ഞാൻ വിചാരിച്ചു അവര് ഒരു ബോട്ടിൽ എടുത്ത് തരുമെന്ന്. പക്ഷെ അവർ ബോട്ടിലൊന്നും എടുത്തില്ല. എന്താണ് ഈ ആളുകൾക്ക് പറ്റിയത്? ഐ വെന്റ് ടു എ മീറ്റിംഗ് ഫോർ അബൌട്ട് 7 months ആൻഡ് ഐ ലോസ്റ്റ് ദ ഐഡിയ ഓഫ് ഡ്രിങ്ക്. ഞാൻ 7 മാസക്കാലം മീറ്റിങ്ങിന് പോവുകയും എനിക്ക് ഈ പറയുന്ന കുടിക്കുക എന്നുള്ള ചിന്ത എന്നിൽ നിന്ന് മാറി. ഐ ഡിഡ്ന്റ് തിങ്ക് ഓഫ് ഇറ്റ് എനിമോർ. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതേയില്ല. ഐ വാസ് അമേസ്ഡ് വെൻ ഐ വാസ് കോൾഡ് ഇൻ ടു ദ ഡോക്ടേഴ്സ് ഓഫീസ്. ഞാൻ അത്ഭുതപ്പെട്ടു എന്നെ ഡോക്ടറുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ. ഐ ടോൾഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ഔട്ട് ഓൺ എ പരോൾ. എന്നോട് പറഞ്ഞു, നീ പരോളിന് പുറത്തു പോവുകയാണ്. ഐ ഗോട്ട് എ ഇയർ പരോൾ. 1 വർഷക്കാലം എനിക്ക് പരോൾ കിട്ടി. ആൻഡ് ഓൺ മൈ പരോൾ കാർഡ് വാസ് ഇൻ ദ കസ്റ്റഡി ഓഫ് യുവർ വൈഫ് ആൻഡ് എ. ആ പരോൾ കാർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വൈഫിന്റെ കസ്റ്റഡിയിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കസ്റ്റഡിയിലുമാണ് നീ പോകുന്നത്. My wife used to come to every AA meeting. എന്റെ ഭാര്യ എന്നോടൊപ്പം എല്ലാ AA മീറ്റിങ്ങിനും വരുമായിരുന്നു. വിത്ത് മീ, എന്നോടൊപ്പം. But one particular night we got company.
ഒരു രാത്രി ഞങ്ങളുടെ വീട്ടിൽ കമ്പനിക്ക് ആളുകളുണ്ട്. ആൻഡ് മൈ വൈഫ് സേസ് വാട്ട് ആർ വി ഗോയിങ് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്? ഐ സേ ലുക്ക് യു ടെൻഡ് ടു ദ കമ്പനി, നീ ആ കമ്പനിയിൽ ചേർന്നോളൂ. ഐ വുഡന്റ് മിസ് ദാറ്റ് മീറ്റിംഗ്, എനിക്ക് മീറ്റിംഗ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഫോർ ദ വേൾഡ്, എനിക്ക് ഈ ലോകത്തിൽ മീറ്റിംഗ് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇറ്റ് മീൻസ് ടു മച്ച് ടു മീ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കാര്യമാണ്. വെൻ ടു ദ മീറ്റിംഗ് ദാറ്റ് നൈറ്റ്, ഞാൻ എൻ്റെ മീറ്റിംഗിലേക്ക് കടന്നുപോയി ആ രാത്രി. ദാറ്റ് ഇറ്റ് വാസ് എ സോൾ മീറ്റിംഗ് അൻഡിൽ ദ ലാസ്റ്റ് സ്പീക്കർ ഗോട്ട് അപ്പ്. ഞാൻ ആ അവസാനത്തെ സ്പീക്കറും സംസാരിക്കുന്നവരെ ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. ദിസ് ഫെല്ല സേസ്, ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ആസ് ലോങ് ആസ് യു ആർ ആൻ ആൽക്കഹോളിക്, നിങ്ങൾ ഒരു മദ്യാസക്തനാണെങ്കിൽ യു വിൽ നെവർ ബി ഏബിൾ ടു ടേക്ക് അനദർ ഡ്രിങ്ക് ആസ് ലോങ് ആസ് യു ലൈഫ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു കുടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓ, ദാറ്റ് വാസ് റഫ്. അത് വലിയ മോശമായി പോയി. ലിറ്റിൽ ലേറ്റർ ഓൺ ദ സെയിം ടോക്ക്, വീണ്ടും അവൻ അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു. ഹി സൈസ്, അവൻ പറയാണ്, ആൻഡ് ഡോണ്ട് ഫോർഗോട്ട്, നിങ്ങൾ മറക്കരുത്, നോട്ട് ഈവൻ എ ഗ്ലാസ് ഓഫ് ബിയർ, ഒരു ഗ്ലാസ് ഓഫ് ബിയർ പോലും നിങ്ങൾ എടുക്കരുത്. ആൻഡ് ഹി പോയിന്റഡ് ഹിസ് ഫിംഗർ റൈറ്റ് ടു മീ സിറ്റിംഗ് ഇൻ ദ ബാക്ക്, ഏറ്റവും പുറകുവശത്തിരുന്ന എൻ്റെ നേരെ കൈ ചൂണ്ടി അവൻ പറഞ്ഞു, ദാറ്റ് വാസ് ഇറ്റ്. ഐ സേസ്, വൈ ദാറ്റ് ബെഞ്ച് ഓഫ് ബൈബിൾ ബാക്ക്ഡ് ബംസ്, വേർ ഡു ദേ ഗെറ്റ് ദാറ്റ് സ്റ്റഫ്? അപ്പൊ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഈ ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ഇത് കിട്ടിയത്? ദാറ്റ്സ് വൺ മീറ്റിംഗ് ഐ ഡിഡ് ഇൻ സെയിം ഫോർ ദ ലോർഡ്സ് പ്രയർ. അവിടെ വെച്ചിട്ട് ഞാൻ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ലോർഡ്സ് പ്രയർ പ്രാർത്ഥിച്ചില്ല. ദ സ്പീക്കർ ഗോട്ട് ത്രൂ ആൻഡ് സാറ്റ് ഡൗൺ ആൻഡ് എവരിബഡി അപ്ലോഡഡ് ആൻഡ് സെഡ്, എല്ലാവരും കൈയടിക്കുകയും മീറ്റിംഗിൽ സ്പീക്കർ പറഞ്ഞതിന് ശേഷം എല്ലാവരും കൈയടിച്ചു. ഹൂ ആൻഡ് വെന്റ് ഔട്ട് ഓഫ് ദ പ്ലേസ്. ഐ ഗോട്ട് ഓവർ ടു ലെക്സിംഗ്ടൺ അവന്യൂ ആൻഡ് ഫൗണ്ട് എ സലൂൺ. ഞാൻ ലെക്സിംഗ്ടൺ അവന്യൂയിലേക്ക് നടന്നു നീങ്ങി. അവിടെ ഞാൻ ബാറ് കണ്ടു. അബാൻഡൻ ദെയർ ആൻഡ് സൈസ്, ഞാൻ അതിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ പറഞ്ഞു, ഗിവ് എ ഗ്ലാസ് ഓഫ് ബിയർ, എനിക്കൊരു ഗ്ലാസ് ബിയർ തരൂ. ഐ ഡ്രാങ്ക് ഇറ്റ്, ഞാൻ പെട്ടെന്ന് അത് കുടിച്ചു. എൻ്റെ വാക്കിട്ട് റൈറ്റ് ഔട്ട് ഓഫ് ദ പ്ലേസ്, വീണ്ടും ഞാൻ ആ പ്ലേസിൽ നിന്ന് ഓടി. ഐ സ്റ്റൂഡ് അണ്ടർ എ ലാംപ് പോസ്റ്റ്, ഞാൻ ഈ പോസ്റ്റ് ഒരു വിളക്കുകാലിന്റെ അവിടെ നിന്നും ഓൺ ദ കോർണർ ദർ 59th ആൻഡ് ലെക്സിംഗ്ടണിന്റെയും 59th സ്ട്രീറ്റിന്റെയും അവിടെയുള്ള വിളക്കുകളിൽ ചാരി നിന്നു. ഐ സ്റ്റുഡ് ദർ മേ ബി 15 or 20 minutes, 15 or 20 മിനിറ്റോ ഞാൻ ആ വിളക്കുകാലിൽ ചാരി നിന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ സംതിങ് ടു ഹാപ്പൻ ബിക്കോസ് ഐ ഹാഡ് എ ഗ്ലാസ് ഓഫ് ബിയർ. എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും, കാരണം ഞാൻ ഒരു ഗ്ലാസ് ബിയർ കുടിച്ചിരിക്കുന്നു. ഐ തോട്ട് മേ ബി 20 minutes ആഫ്റ്റർ യു ഹാവ് ദിസ് ബിയർ യു ഗെറ്റ് സം കെമിക്കൽ ചേഞ്ച് ഇൻ യു. ഞാൻ വിചാരിച്ചതും ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്നിൽ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ച് വരുമെന്നാണ്. മേ ബി യു എക്സ്പ്ലോഡ്, ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും. ഐ ഡിഡ്ന്റ് നോ വാട്ട് വുഡ് ഹാപ്പൻ, എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. വെൽ, ഐ ഡിഡ്ന്റ് എക്സ്പ്ലോഡ്, ഞാൻ പൊട്ടിത്തെറിച്ചില്ല. ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്, ഞാൻ ഒന്നും ചെയ്തില്ല. സോ ഐ ജംപ് ഓൺ ദ സബ്വേ അപ് ടു ദ ബ്രോൺസ്, ഞാൻ വീണ്ടും ട്രെയിനിൽ കയറി ബ്രോൺസിലേക്ക് പോയി. എൻ്റെ വെൻ ഐ ഗെറ്റ് ഓഫ് ആൻഡ് ദ സബ്വേ സ്റ്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഐ ഓട്ടോമാറ്റിക്കലി വാക്ക് ഇൻ ടു എ സലൂൺ, വീണ്ടും ഞാൻ വളരെ അവിചാരിതമായി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ വീണ്ടും ബാറിലേക്ക് പോയി നടന്നു. ആൻഡ് ഐ ഹാവ് അനദർ ബിയർ ആൻഡ് അനദർ ബിയർ ആൻഡ് അനദർ, വീണ്ടും ബിയർ കുടിച്ച് ബിയർ, വീണ്ടും ബിയർ, വീണ്ടും ബിയർ. വെൻ ദ മാൻ കെയിം അപ്പ് വിത്ത് ദാറ്റ് 7th ബിയർ, 7ാമത്തെ ബിയറുമായി അയാൾ വന്നപ്പോൾ ഐ സേസ്, വെയിറ്റ് എ മിനിറ്റ്, ഞാൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, മേക്ക് ദാറ്റ് എ ഡബിൾ വിസ്കി, നിങ്ങൾ അത് ഡബിൾ വിസ്കി ആക്കി കൊണ്ടുവരാമോ? വെൽ, ഹി ഡിഡ്, അങ്ങനെ അവൻ ചെയ്തു. ആൻഡ് ടു മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്, അപ്പൊ വലിയൊരു കഥ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു. വാട്ട് ഡു യു തിങ്ക് ഹാപ്പൻ ടു മീ, എന്താണ് എനിക്ക് സംഭവിച്ചത് നിങ്ങളോട് പറയാം. ഐ ലാൻഡഡ് ബാക്ക് ഇൻ ദ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ, ദാറ്റ്സ് വാട്ട്. ഞാൻ വീണ്ടും പരോളിൽ ഇറങ്ങിയ ഞാൻ, 1 വർഷത്തെ പരോളിൽ ഇറങ്ങിയ ഞാൻ ആ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയി. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഐ ഡിഡ്ന്റ് വൈൻഡ് അപ്പ് ദെയർ ദാറ്റ് നൈറ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് ഓർ ദ നെക്സ്റ്റ് മന്ത്. ഞാൻ അവിടെ അടുത്ത 2 മാസം ആ രാത്രിയോ അടുത്ത ആഴ്ചകളിലോ പിന്നത്തെ മാസങ്ങളിലോ അവിടെ നിന്നില്ല. ഇറ്റ് ടുക്ക് മീ 3 months, 3 മാസമാണ് അവിടെ നിന്നത്. ബട്ട് ഇറ്റ് വാസ് ദാറ്റ് 1 ഗ്ലാസ് ഓഫ് ബിയർ ദാറ്റ് സ്റ്റാർട്ടഡ് ദ മെറി ഗോ റൗണ്ട് ഗോയിങ്. അതായത് ഞാൻ ആ ഒരു ബിയർ കുഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു കുടിയുടെ ചക്രത്തിൽ അകപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യം നിർത്താം. ബാക്കി കഥ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. താങ്ക് യു. താങ്ക് യു പ്രാർത്ഥിച്ച് ചേട്ടാ, അവസാനിപ്പിക്കാം. താങ്ക് യു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.